കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നുണ്ട് കർത്താവേ. ഹല്ലേലൂയ. നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ വൈകിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് നടക്കുന്ന എല്ലാ കർത്താവ് ആരാധനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഒരു വിടുതലിന്റെ കർത്താവ് രാത്രിയായി തീരുവാൻ അവിടെ ഇടയാക്കണമേ കർത്താവേ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. 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 കർത്താവേ ഹല്ലേലൂയ. ഇന്ന് നടത്തുന്ന എല്ലാ കർത്താവേ ഹല്ലേലൂയ ചന്തോചിതമായി ഹല്ലേലൂയ ദൈവം അവിടുന്ന് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് വചനം സംസാരിക്കുന്ന ദാസനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ കർത്താവേ. വർഷിപ്പ് ലീഡ് ചെയ്യുന്ന മകനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ചാട്ട്, ശക്തീകരിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ സന്തോഷം പ്രാപിച്ച് കടന്നവരായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ കർത്താവേ. ഒരു ആത്മീയ ശക്തി ഹല്ലേലൂയ, ഒരു പുതുക്കം കർത്താവേ, ആത്മീയ പുതുക്കം ഉള്ളവരായി തീരുവാൻ ഇടയാക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നതാ ഹല്ലേലൂയ. കർത്താവേ, ഡിവൈസിനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതാ ഹല്ലേലൂയ. യേശുവേ, നിന്റെ കൃപയാൽ പൊതിഞ്ഞാട്ട് കർത്താവേ, നിന്റെ ശക്തിയാൽ നിറച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. നീ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവിൽ കൂടി എല്ലാം ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഹല്ലേലൂയ. നിന്റെ കൃപയാൽ കർത്താവേ നിർത്തണമേ കർത്താവേ. ഹല്ലേലൂയ. ഒരു ദൈവപ്രവൃത്തി ഹല്ലേലൂയ ഇതുമൂലം കർത്താവേ വെളിപ്പെടണമേ കർത്താവേ. ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ദേശത്തിന്മേൽ ഹല്ലേലൂയ, ലോകത്തിന്മേൽ ഹല്ലേലൂയ കർത്താവേ അവിടുന്ന് വ്യാപരിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. 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 താങ്ക് യു സാംജി ബ്രദർ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി വന്ന എല്ലാ കർത്തൃദാസന്മാരെയും ദാസിമാരെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും യേശുനാമം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തുടർന്ന് നടക്കുന്ന ഈ ശുശ്രൂഷയുടെ 4-ാം ദിവസം രാത്രിയാണ് കൂടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഹല്ലേലൂയ 3 രാത്രിയിലും ഹല്ലേലൂയ 4 പകലും വലിയ ദൈവ സാന്നിധ്യങ്ങൾ അനുഭവപ്പെടുകയാ തോന്നുന്നു. പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായ സമയമായിരുന്നല്ലോ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ ഈ രാത്രി ആയിരിക്കാം. വളരെ സന്നിധാനപുത്രരായിരിക്കാം. ഈ രാത്രിയിലെ പ്രാരംഭ നിമിഷങ്ങൾ ദൈവത്തെ പാടി ആരാധിക്കുന്ന സമയമാണല്ലോ. ഹല്ലേലൂയ. ശ്രോത്രം ഹല്ലേലൂയ. അരാമ്യ ബാൻഡ് ഹല്ലേലൂയ കൊച്ചിയിൽ നിന്നുള്ള പ്രിയ സഹോദരൻ പ്രിയ ബ്രദർ സോളമന്റെ നേതൃത്വമുള്ള ടീം ഹല്ലേലൂയ നമ്മുടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദയവായി ഹല്ലേലൂയ പ്രിയ ഗർദാസിനെയും ഹല്ലേലൂയ ആ ടീമിനെയും യേശു നാമം സ്വാഗതം ചെയ്യുന്നു. നിമിഷങ്ങൾ ഹല്ലേലൂയ ദൈവത്തെ പാടി അവരോട് ഒത്തുചേർന്ന് നമുക്ക് മഹത്വപ്പെടുത്താം, ദൈവത്തെ ആരാധിക്കാം. സർവശക്തന്റെ നാമത്തെ ഈ രാത്രി നമുക്ക് ഒരുമിച്ച് ഉയർത്താം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സന്ധ്യാസമയം കാർമേൽ AG ചർച്ച് പൂനെ സെക്ഷൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന റിവൈവൽ മീറ്റിംഗിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച പ്രിയ ദൈവദാസനും ദൈവസഭയ്ക്കും ഞങ്ങളുടെ വിവേകപരനായ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹത്തെയും വന്ദനത്തെയും ആദ്യമായി അറിയിക്കുന്നു. ദൈവവചനത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവരായി അക്ഷരായി ഉയർക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും. ഈ ദുഷ്ടലോകത്ത് കർത്താവിനെ വിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഓരോ ദൈവ പൈതലിനും പറയാൻ സാധിക്കും, കർത്താവാണ് നമ്മുടെ ആശ്രയം, നമ്മുടെ എല്ലാം കർത്താവാണ് എന്ന് നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി ആവലോടെ ആയിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് പ്രത്യാശയോടെ കർത്താവിനെ ഒരുമിച്ച് പാടി ആരാധിപ്പാനിടയാകട്ടെ. സർവ്വ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാനെന്ന അനുഗ്രഹീത പാട്ട് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിപ്പാനിടയാകട്ടെ. സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോണിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോണിതാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, ഒരുമിച്ച് ഇന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, ഇന്നും കൂടെയുള്ളവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. ലംഘനങ്ങളും എന്നകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. ലംഘനങ്ങളും എന്നകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ,
സങ്കേതവും അവൻ, രോഗശയ്യയിലെനിക്കു സഹായകനും കാലഗീതവും അവൻ, നല്ല വൈദ്യനും ദിവ്യൌഷധവുമെൻ ആത്മസഖിയും അവൻ തന്നെ, നല്ല വൈദ്യനും ദിവ്യൌഷധവുമെൻ ആത്മസഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, ഒരുമിച്ച് കൈകളെ അടിച്ച് ഹല്ലേലൂയ പ്രത്യാശയോടെ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ, തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ, ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു, സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരത്ഭുതം, അവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. എന്തൊരത്ഭുതം, ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. കുഞ്ഞാടിന്റെ വിലയേറിയ നീണത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ നീണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ. അനുഭവമുള്ളവർ ഒരുമിച്ച് പാടിയാട്ടെ ഹല്ലേലൂയ. ഓനു ഞാൻ ഇനി അടിമയല്ല, ഓനു ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. വിശ്വാസത്തോടെ ഒരുമിച്ച് പാടിയാട്ടെ ഹല്ലേലൂയ. ഗ്ലോറി ഗ്ലോറി. എന്നെ കടന്നുപോയി, മാറായെ മധുരമാക്കി തീർക്കും അവൻ, മാറായെ മധുരമാക്കി തീർക്കും അവൻ. പറയെ പിളർന്നു ദാഹം പോക്കും അവൻ, പറയെ പിളർന്നു ദാഹം പോക്കും അവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ഓ ആനന്ദമേ പരമാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ. എത്ര പേർക്ക് പറയാൻ കഴിയും കനാൻ ജീവിതം? ഓ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ രക്ഷയുമേശുവത്രേ ഹല്ലേലൂയ, എന്റെ രക്ഷയുമേശുവത്രേ ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. ആമേൻ.
അന്യഭാഷയോടെ പുതുഭാഷയോടെ ഹല്ലേലൂയ. മധുരമാക്കി തീർക്കുമവൻ, മാറായെ മധുരമാക്കി തീർക്കുമവൻ, മറയെ പിളർന്നു മറയെ പിളർന്നു ദാഹം പോക്കുമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി സംഹാരദൂതൻ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സങ്കേതവും എന്റെ ബലം യേശുവത്രേ ഹല്ലേലൂയ. എൻ രക്ഷയുമേശുവത്രേ ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ ഹല്ലേലൂയ. ഗ്ലോറി 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 ോടെ കർത്താവിനെ ആരാധിക്കാനാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങേക്ക് മഹത്വം അങ്ങേക്ക് മഹത്വം അങ്ങേക്ക് മഹത്വം. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഓ റബാന ശംഖരാദിരികരഗദ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെയോ നേടുവാനുള്ള ഓട്ടത്തിൽ കർത്താവിനെ പലപ്പോഴും നമ്മൾ തള്ളിക്കളഞ്ഞ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെയും കർത്താവിൻ്റെ സ്നേഹം, ആ സാന്നിധ്യം നമ്മെ നോക്കി വെയിറ്റ് ചെയ്ത് നമ്മളെ ഓരോരുത്തരുടെ സാക്ഷ്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ കർത്താവിനെ വിട്ട് പലപ്പോഴും നമ്മൾ പോയപ്പോഴും കർത്താവിൻ്റെ ആ സ്നേഹം നമ്മളെ വെയിറ്റ് ചെയ്തതായ ഒരു സാഹചര്യം നമ്മുടെ അനുഭവത്തിൽ നമുക്ക് കാണുവാൻ പലപ്പോഴും സാധിക്കുന്നുണ്ട്. ഇത്രമേൽ എന്നെ സ്നേഹിച്ചു അപ്പാ ദൈവമേ. ഞങ്ങൾ തള്ളിപ്പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് ഞങ്ങളെ തേടി വന്നു, ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി അങ്ങ് ഞങ്ങളെ വെയിറ്റ് ചെയ്ത അങ്ങയുടെ ആ സ്നേഹം നമുക്ക് നോർത്ത് ഇത്രമേൽ അങ്ങ് എന്നെ സ്നേഹിച്ചു എന്നുള്ള ആ ഒരു ആത്മീയ സമർപ്പണ ഗാനം നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിപ്പാടട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. സ്നേഹത്തെ നമുക്ക് ഓർക്കാം. അപ്പന്റെ സ്നേഹം അല്പസമയം നമുക്കൊന്ന് ധ്യാനിക്കാനിടയാകട്ടെ. ഹല്ലേലൂയ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചു, ഇതെത്രയും വിചിത്രമേശു രക്ഷകാ. ഇതെത്രയും വിചിത്രമേശു രക്ഷകാ. എത്ര ദൂരം അങ്ങേ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നെന്നിൽ നീ.
ഹല്ലേലൂയ. സമർപ്പണത്തോടെ തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നെന്നിൽ നീ എത്ര ദൂരം അങ്ങേ വിട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഓ എത്ര ദൂരം അങ്ങേ വിട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ക്രൂശിൽ കിടന്നപ്പോഴും ഇരുമ്പാണിയല്ല വേദന നാശത്തിലായൊരൻ രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ ആരോധനം ക്രൂശിൽ കിടന്നപ്പോഴും കാരിരുമ്പാണിയല്ല വേദന നാശത്തിലായൊരൻ രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ ആരോധനം എത്ര ദൂരം അങ്ങേ വിട്ടു. ഹല്ലേലൂയ. യേശുവേ, എത്ര ദൂരം അങ്ങേ വിട്ട് ഞങ്ങൾ പോയി. ദൈവമേ, അത്രയും നേരവും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത അങ്ങയുടെ സ്നേഹം അപ്പാ ഞങ്ങൾ ഓർക്കുന്നപ്പാ. ഓ എത്ര ദൂരം. Praise you, Jesus. Hallelujah, hallelujah, hallelujah. കാത്തു നിന്നെ ആമേൻ. എത്ര ദൂരം അങ്ങേ വിട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെ ജീസസ്. ഹല്ലേലൂയ. എത്ര ദൂരം യേശുവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അത്ര നേരം കാത്തു നിന്നെ. തുടർന്നുള്ള സമയം ദൈവദാസന്റെ മൈക്ക് കൈമാറുന്നു. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ ഒരു നിമിഷത്തിൽ തലയുണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൂടി വരുവാൻ, ഒന്നിച്ചു കൂടുവാൻ കാരണമായ പിതാവിന്റെ സ്നേഹം പുത്രർ കൂടി വെളിപ്പെടുത്തി തന്ന ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. എത്ര ദൂരം നാം അകന്നു പോയപ്പോഴും അത്രയും നേരം നമ്മെ കാത്തുന്ന ആ സ്നേഹം, നമ്മെ തേടി വന്ന സ്നേഹത്തുമ്പിൽ നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണ് നമ്മൾ എല്ലാം കൂടി ഇടയായി തീർന്നത്. ആ കാൽവരിയുടെ സ്നേഹത്തിലാണ് നമ്മൾ ഒരുമിച്ച് ആയിരിക്കാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. നല്ല കരങ്ങൾ സമർപ്പിക്കാം. ഈ രാത്രി ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം സന്ദർശിക്കുവാനും ദൈവത്തിന്റെ വശം സംസാരിപ്പാൻ ഇടയാകുമാറാകട്ടെ. ഈ രാത്രിയിലെ ദൈവ ശുശ്രൂഷ വലിയൊരു അനുഗ്രഹത്തിൽ ഇടയാകുമാറാകട്ടെ. ദൈവത്തിലേക്ക് ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദയവായി പാസ്റ്റർ ബിനു ജോസഫ് ദയവായി ഹല്ലേലൂയ തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിനായി ശബ്ദത്തിൽ പ്രാർത്ഥിക്കുമല്ലോ. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ചപ്പെട്ട സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹീതമായ നല്ല സന്ധ്യയുടെ യാമത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവകൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. തിരുപാദവിടെ ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവേ, ഹല്ലേലൂയ. ദേശത്തിന്റെയും വിദേശത്തിന്റെയും വിവിധ ഇടങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് വൈകിയ വേളയിൽ തിരുപാദാന്തിക അടുത്തു വരുവാൻ ഈ സൂം മീറ്റിംഗിലൂടെ ഇടയാക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്തു. വിശേഷാൽ കർത്താവിന്റെ ദാസൻ ദൈവസഭ
കർത്താവെ, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഈ 4-ാം രാത്രികാലം ദൈവവചനത്തിലൂടെ നീ ഞങ്ങളോട് ഇടപെടുന്ന രാത്രികാലമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവയുടെ അഭിഷിക്ത ദാസനെ അതിനായി രാത്രികാലം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയോടുള്ളതായ ആലോചന, ദേശത്തോടുള്ള ആലോചന കഴിഞ്ഞ് 3 രാത്രിക്ക് 3 രാത്രിയും പകലും അങ്ങ് കൽപ്പിച്ചുവെങ്കിൽ ഇന്ന് രാത്രികാലവും അങ്ങനെ ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവിതങ്ങൾക്ക് അതൊരു വിടുതലിന് കാരണമാക്കി തീർക്കണമേ. ദേശത്തിന് ഒരു വിടുതലാക്കി തീർക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അല്ലെങ്കിൽ കർത്താവിന്റെ ദാസനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്ത ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൂടി വന്ന ദൈവജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൈകവേളയിൽ കർത്താവിന്റെ നാമം ഹല്ലേലൂയ ഈ ഹെല്ലറ്റിലൂടെ മഹത്വം എടുക്കുന്നതിനായി തിരുസന്നിധാനത്തിൽ ഞങ്ങളെ തന്നെ താഴ്ച ഏൽപ്പിക്കുക. ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ ദൈവം വിശ്വസ്ത നിമിത്തം അങ്ങയുടെ നാമത്തിന് മാത്രം മഹത്വം എടുക്കണമേ. രാത്രി കാലം തിരുക്കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുക. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അടികളെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കിടത്തനായി സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ യാചിക്കുന്നു. പൊന്നുപിതാവേ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കർമ്മേൽ അസംബ്ലി സ്ക്വാഡ് ദൈവസഭയുടെ ആഹ്വാനം നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാം ദിനം രാത്രിയിൽ തിരുസൽ കൂടി വന്നിരിക്കുന്ന എല്ലാ വാത്സ്യ കർത്തദാസന്മാരെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വേഗവനത്താവായ യേശു ക്രിസ്തു സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്ന മീറ്റിങ്ങുകൾ വളരെ ദൈവിക സാന്നിധ്യങ്ങൾ അനുഭവപ്പെടുകയായി തീർന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോടൊക്കെ സംസാരിക്കുന്ന സമയങ്ങളായിരുന്നല്ലോ. സ്തോത്രം. വചനം പറയുന്നു ഹല്ലേലൂയ. സ്തോത്രം. അതേ, കേവലം ഹല്ലേലൂയ അതേ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും വലിയൊരു പ്രദർശനമായി അത് തീരുവാനൊക്കെ തീർന്നല്ലോ. ഇന്ന് രാത്രിയിലും ഞാൻ വിശ്വസിക്കുന്നു, കേവലം ഒരു ജ്ഞാനത്തിന്റെ വാക്കുകളല്ല, പരിശുദ്ധാത്മാവ് ഓരോ ഉള്ളത്തോട് ഇവിടെ വിടുവാൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ ഹല്ലേലൂയ തൃപ്തിപ്പെടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതേ, വഴി അറിയാത്തതിനെ ഹല്ലേലൂയ വഴി കാണിച്ചു കൊടുക്കുന്ന, സ്വത്രം കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന, ബലഹീനരെ താങ്ങുന്ന ഒരു നല്ല ദൈവത്വം നാം ആയിരിക്കുന്നേ. സ്വത്രം ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ആ ദൈവകൃപ ഇന്ന് രാത്രികാലം അനുഭവിപ്പാനിടയാകുമാറാകട്ടെ. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എന്ന് തിരുവചനം വായിക്കുന്നു. അതേ, വലിയ ദൈവകൃപ ഇന്ന് രാത്രിയിൽ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗമിടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കൂടി വന്ന എല്ലാ ദൈവമാരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രി ദൈവ ശുശ്രൂഷയ്ക്കായി നാം ക്ഷണിച്ചിരിക്കുന്ന ദാദാസൻ പ്രിയ സാമർത്ഥ്യവർക്കായി സ്തോത്രം. നമ്മുടെ ക്ഷണപ്രകാരം നമ്മുടെ മധ്യേ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതേ, സ്തോത്രം. പല പ്രാവശ്യങ്ങൾ നമ്മുടെ ഒപ്പം ഹല്ലേലൂയ സ്തോത്രം സൂമിൽ കടന്നു ദൈവ ശുശ്രൂഷയ്ക്ക് മാത്രമല്ല, കഴിഞ്ഞ വർഷം നവംബറിൽ ദൈവസഭയെ നടത്തപ്പെട്ട ക്യാമ്പിൽ 3 ദിവസം ഞങ്ങളോടൊപ്പം വന്ന് പാർക്കുകയും ഹല്ലേലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിന്റെ നല്ല സാക്ഷിയായി ഹല്ലേലൂയ ഞങ്ങൾക്കാർക്കും ഹല്ലേലൂയ മതിവരാതെ തൃപ്തി വരാതെ വണ്ണമുള്ള ദൈവ സാന്നിധ്യത്തിന്റെ ഒരു സാക്ഷിയാകുവാൻ ഞങ്ങൾക്കിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ആയിരിക്കുന്ന ഒരു അനുഗ്രഹകാരണമായി തിരുമാറാകട്ടെ. ആ കർത്തൃദാസനെ സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ ഹല്ലേലൂയ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയുടെ രാത്രികാലമായിരിക്കാം. കഴിവുള്ള പ്രിയപ്പെട്ട എല്ലാവരും തങ്ങളുടെ വീഡിയോ ഓൺ ചെയ്തിരിക്കാനുള്ള എല്ലാ ദയവായി വീഡിയോ ഓൺ ചെയ്തിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ശുശ്രൂഷിക്കുന്നവർക്കെല്ലാം അതുപോലെ അനുഗ്രഹമായിരിക്കും. മാത്രമല്ല, നിങ്ങളോട് അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു ദൈവിക ദൂതൻ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായി ഹല്ലേലൂയ നിങ്ങൾ അറിയിപ്പാനെന്ന് കാരണമായി തീരുമല്ലോ. പ്രാർത്ഥന രാത്രികാലമായിരിക്കാം. ഹല്ലേലൂയ. തുടർ നിമിഷങ്ങൾ ദൈവ ശുശ്രൂഷയ്ക്കായി ആ കർത്തദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. പ്രാർത്ഥനയായിരിക്കാം. അവർക്ക് പാസ്റ്റർ സാം മാത്യു ദയവായി. അനുഗ്രഹീതമായ ഉപവാസ പ്രാർത്ഥനകളുടെ ഈ സമയത്ത് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സ്വർഗം എൻ്റെ മേൽ ഒരുക്കിയ വലിയ കൃപയ്ക്ക് രക്ഷകന്റെ പാദത്തിങ്കൽ ഞാൻ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ ടൈം സോണുകളിൽ നിന്ന് ഇതിനകത്ത് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്നേഹാദരങ്ങളോടെ വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ഞാൻ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, എൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്ന ശ്രേഷ്ഠ ദൈവഭൃത്യൻ പാസ്റ്റർ ജോൺസൺ അവർകൾ ഫാമിലി ഓരോരുത്തരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങൾ ഓരോരുത്തർക്കും ഹൃദയംഗമായ നന്ദിയും ആദരവും ഞാൻ അർപ്പിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു എന്നതിലുപരിയായി ആത്മീയ ലോകത്തിൽ എനിക്കൊരു പ്രാർത്ഥനയുടെ കൈത്താങ്ങാണ് പ്രിയ അഭിഷിക്തനും കുടുംബവും എന്നുള്ളത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ധൈര്യത്തോടെ പറയുവാൻ കഴിയുന്നു. എനിക്കൊരു ധൈര്യമാണ്. അഭിഷിക്തൻ്റെ ഒരു മെസ്സേജോ കോളോ ഫോണിൽ വന്നാൽ പോലും അതൊരു ധൈര്യവും അനുഗ്രഹവുമാണ്. കർത്തൃദാസനെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കാൻ ദൈവം നൽകിയ ഭാഗ്യത്തിന് സ്തോത്രം. അനേക കർത്തൃദാസന്മാർ ഇതിനകത്തുണ്ട്. എല്ലാവരെയും സ്നേഹാദരങ്ങളോടെ വന്ദനം ചെയ്യുന്നു.
വർഷിപ്പ് ചെയ്ത സഹോദരങ്ങൾ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും ആദരവും അറിയിക്കുന്നു. ആ മുഖം അല്പ വോയിസ് തരാമോ എനിക്ക്? അല്പം കൂടെ വോളിയം. ഇപ്പൊ ഓക്കെ ആണോ? ക്ലിയർ. ആ മുഖം ദീർഘിപ്പിക്കാതെ ദൈവവചനത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ഇന്ന് രാത്രികാലത്ത് നമ്മുടെ ധ്യാനത്തിനായി ഏറ്റവും സുപരിചിതമായിരിക്കുന്ന ഒരു ദൈവവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. ഹോശേയ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. ഹോശേയ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല, ഈശി ഭർത്താവേ എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതിന് മുകളിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അഭിഷക്തന്മാർ കാലാകാലങ്ങളിലായി പ്രസംഗിച്ച് പഴകിയതും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിലൊക്കെ നാം പ്രത്യാശ വെക്കുന്നതുമായ ഒരു ഭാഗമാണ്. അതിൻ്റെ മുകളിലത്തെ ഭാഗം ഇങ്ങനെയാണ്: ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്തിൽ എന്ന പോലെ, അവൾ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെയും വിധേയയാകും. അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല, ഈശി ഭർത്താവെ എന്ന് വിളിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. വളരെ മനോഹരമായിരിക്കുന്ന കാലാകാലങ്ങളായി നാം കേട്ട് പഴകിയ, വായിച്ച് മനഹൃദയസ്ഥമാക്കിയ നമ്മുടെ പ്രതികൂലത്തിൻ്റെ മരുഭൂമികളിൽ നാം കർത്താവ് ഇതിനപ്പുറം നമുക്കൊരു നന്മ നൽകുമെന്നുള്ള ഉറപ്പിക്കുന്ന ദൈവവചന ഭാഗമാണ്. ഞാൻ ആ വാക്യത്തിലേക്ക് തന്നെ കിടക്കട്ടെ. ഇവിടെ കർത്താവ് പറയുകയാണ്, ഒരു നാളിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്: ആ നാളിൽ നീ എന്നെ എന്തു വിളിക്കും എന്ന് ഞാൻ നിന്നോട് പറയാം. ആ നാളിൽ നിനക്ക് എന്നോട് എന്താണ് റിലേഷൻ എന്ന് ഞാൻ നിന്നോട് പറയാം. ആ നാളിൽ നിനക്കെന്തായിരിക്കും എന്നോട് മനോഭാവമെന്ന് ഞാൻ പറയാം. ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു ഭാഗം പറയട്ടെ: നമ്മൾ മാനസാന്തരപ്പെട്ടതുപോലും ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അപ്പോസ്തലൻ പറയുന്നത്, അവൻ ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരത്തെ നൽകിയല്ലോ. അപ്പോൾ ഈവൻ ദ റിപ്പൻറ്റൻസ് ഈസ് ദ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ദൈവം നമുക്ക് നൽകിയതാണ്. ദൈവം നമ്മളെ ആകർഷിച്ചില്ലായിരുന്നെങ്കിൽ, ദൈവം നമുക്ക് ആ മാനസാന്തരം നൽകിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും മാനസാന്തരപ്പെടുകയില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. മാനസാന്തരപ്പെട്ടത് യാദൃശ്ചിയാലല്ല, സ്നാനപ്പെട്ടത് യാദൃശ്ചിയാലല്ല, അത് ദൈവത്തിൻ്റെ നിർണയത്തിനകത്തുള്ളതായിരുന്നു. അതാണ് എഴുതിയിരിക്കുന്നത്, അന്നാളിൽ, ഓൺ ദാറ്റ് ഡേ. അത് ഇന്നലെ നീ എന്നെ അങ്ങനെ വിളിച്ചു എന്നല്ല പറയുന്നത്, നാളെ ഇന്ന ദിവസം നീ എന്നെ ഇങ്ങനെ വിളിക്കും എന്ന് പറയുകയാണ്. ഞാൻ അതിൽ നിന്നൊരു കാര്യം പറയട്ടെ. ഇന്ന് തലമുറകളുടെ ചില വഴിവിട്ട ജീവിതങ്ങൾ, പിന്മാറ്റങ്ങൾ, ആത്മീയതയിലെ ശീതോഷ്ണ അവസ്ഥയൊക്കെ കാണുമ്പോൾ നിങ്ങളിൽ ചിലർക്ക് തോന്നിയേക്കാം, കർത്താവേ ഇവന്റെ ഭാവി എന്തായിത്തീരും, കർത്താവേ ഇവൻ പിന്മാറി പോവുകയാണോ, കർത്താവേ ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചതല്ലേ, കർത്താവേ ഇവൻ എൻ്റെ ഉദരത്തിൽ കിടന്നപ്പോൾ വാഗ്ദത്തം കിട്ടിയതല്ലേ. എൻ്റെ സഹോദരങ്ങളെ, നാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇന്നലകളെ നോക്കിയും ഇന്നിനെ നോക്കിയും നമ്മൾ വിലയിരുത്തുമ്പോൾ കർത്താവിനറിയാം നാളെ ഇവൻ ഇങ്ങനെ നിൽക്കുമെന്ന്. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പത്രോസിന്റെ അടുക്കൽ പറഞ്ഞു, പത്രോസ്, നീ കോഴി കൂകുന്നതിന് മുമ്പേ തള്ളിപ്പറയും. നീ പിന്മാറ്റത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യം വരും, പക്ഷെ പിന്നത്തേതിൽ നീ തിരിഞ്ഞു വരും. നീ തിരിഞ്ഞു വരുമെന്ന് മാത്രമല്ല, നീ തിരിഞ്ഞു വന്ന് സഹോദരങ്ങളെ നീ ഉറപ്പിക്കുന്നവനുമായിരിക്കും. ആടി ഉലഞ്ഞ നീ നാളെ ഉറച്ചു നിൽക്കുമെന്നല്ല പറഞ്ഞ്, ആടി ഉലഞ്ഞ നീ നാളെ സഹോദരന്മാരെ ഉറപ്പിക്കുമെന്നാണ് പറയുന്നത്. ആകയാൽ നമ്മുടെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. അത് നമ്മുടെ ഭൗമികമായ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മളുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ തലമുറകളുടെ ആത്മീക ഭാവിയെ കുറിച്ചുകൂടെ നമുക്കൊരു ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കണം. നമ്മുടെ ആത്മീക ഭാവി സുരക്ഷിതമാണ്. എൻ്റെ സഹോദരൻ, നമ്മൾ ആരെങ്കിലും നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ദൈവമേ എൻ്റെ ഭാവി എന്തോ ആയിത്തീരും, എൻ്റെ തലമുറ എന്തോ ആയിത്തീരുമെന്ന് നമ്മൾ പറയാറുണ്ടോ? പക്ഷെ ഒരു ദുഃഖകരമായ കാര്യം, നമ്മളിൽ അനേകരും നമ്മുടെ സഭയെ നോക്കിയിട്ട് പറയും, ഓ സഭയുടെയൊക്കെ അവസ്ഥ ഇനി എന്തോ ആയിത്തീരുമെന്ന് ആർക്കറിയാമെന്ന്. സഭയുടെ ഒന്നും അവസ്ഥ എന്തോ ആയിത്തീരുമെന്ന് ആർക്കും അറിയത്തില്ലെങ്കിലും സഭയുടെ ഭാവിയെക്കുറിച്ച് വില കൊടുത്ത കാന്തന്, വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കാന്തന് നല്ല ഉറപ്പും ധൈര്യമുണ്ട്. അതിനാൽ അഭിഷേകത്തിൻ്റെ തൈലം തലമേൽ വീണ് കൃപ വഹിക്കുന്ന, ദൈവസാന്നിധ്യം വഹിക്കുന്ന, ദൈവത്തിന്റെ ഗ്ലോറി ക്യാരി ചെയ്യുന്ന ഒരു ദൈവമക്കളും സഭയെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ തലമുറകളെക്കുറിച്ചോ ദൈവമേ എന്തോ ആയിത്തീരാമെന്ന് ആർക്കറിയാമെന്ന് പറയരുത്. ആർക്കും അറിയത്തില്ലെങ്കിലും അതിനെക്കുറിച്ച് ഉറപ്പുള്ള ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്നുള്ളതാണ് നമ്മുടെ ധൈര്യം. സ്തോത്രം. ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുകയാണ്, അന്നാളിൽ നീ എന്നെ ബാലി എന്നല്ല ഈശി എന്ന് വിളിക്കുമെന്ന്. ബാലി എന്ന് പറഞ്ഞാൽ ഉടയവൻ, യജമാനനെ എന്നാണ് അതിൻ്റെ അർത്ഥം. ആകയാൽ യജമാനനെ എന്ന് നീ എന്നെ വിളിക്കത്തില്ല. പകരം അന്ന് നീ എന്ത് വിളിക്കുമെന്നറിയാമോ? ഭർത്താവെ എന്ന് വിളിക്കും.
വിളിക്കും. അങ്ങനെയെങ്കിൽ പറയുകയാണ്, നീ എന്നെ യജമാനനെ എന്ന് വിളിച്ചെങ്കിൽ അന്ന് നീ ആരായിരുന്നു? നീ ദാസിയായിരുന്നു. അപ്പോൾ ഭർത്താവെ എന്ന് വിളിച്ചെങ്കിൽ നീ ആരായി തീർന്നു? ഭാര്യയായി തീർന്നു. അപ്പോൾ അന്ന് നീ ദാസിയിൽ നിന്ന് ആര്യായി തീരും, നീ ഒരു ഭാര്യയായി മാറ്റപ്പെടുമെന്ന് പറയുകയാണ്. ഞാൻ ദൈവവുമായിട്ടുള്ള റിലേഷൻ എൻ്റെ ദൈവം അപ്ഗ്രേഡ് ചെയ്യും. ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം. എൻ്റെ സഹോദരങ്ങളെ, ഹോശേയ പ്രവചനം 2-ാം അധ്യായം 16-ാം വാക്യത്തിലാണ് പറയുന്നത്, നീ എന്നെ വിളിക്കുന്ന സ്റ്റാറ്റസ് മാറും. നീ എന്നെ വിളിക്കാൻ ഒരു സ്റ്റാറ്റസ് മാറും. എൻ്റെ സഹോദരങ്ങളെ, ഇന്നലെ വരെ സാറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന പെൺകൊച്ച് ഇന്ന് കയറി അച്ചായ എന്ന് വിളിച്ചെന്ന് അതിന് എങ്ങനെ സാധിക്കും? അമേൻ. അത് ദൈവം അമേൻ അവളുടെ റിലേഷൻ സ്റ്റാറ്റസിനെ മാറ്റുകയാണ്. എന്നാൽ ഹോശേയ പ്രവചനം 2:16 ഈ ഭാഗം പറയുന്നത്. എന്നാൽ 1:6-9 കടന്നു വരുമ്പോൾ കർത്താവ് പറയുകയാണ്, 1:6 കർത്താവ് പറയുകയാണ്, അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകളെ പ്രസവിച്ചു. യഹോവ അവനോട് അവൾക്ക് ലോ രൂഹമ എന്ന് പേർ വിളിപ്പി. വീണ്ടും 9-ാം വാക്യത്തിൽ പറയുകയാണ്, അപ്പോൾ യഹോവ അവന് ലോ അമ്മി എന്ന് പേർ വിളിപ്പി. ഇനി വീണ്ടും ഈ 2-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, അവൾക്ക് രൂഹമ, നിങ്ങളുടെ സഹോദരന്മാർക്ക് അമ്മി എൻ്റെ ജനമെന്നും നിങ്ങളുടെ സഹോദരിമാർക്ക് രൂഹമ എന്നും പേർ വിളിപ്പീൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ ഇനി അവരെ അമ്മി എന്ന് വിളിക്കും, ഞാൻ ഇനി അവരെ രൂഹമ എന്ന് വിളിക്കും. അത് ദൈവത്തിന് നമ്മളോടുള്ള റിലേഷനാണ്. നീ എൻ്റെ ജനമാണ്, നീ എൻ്റെ സഹോദരിയാണ്, എനിക്ക് നിന്നോട് കരുണയുണ്ട്. അപ്പൊ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. പക്ഷേ അമേൻ 2-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ഞാൻ നിന്നെ എന്ത് വിളിക്കുമെന്നല്ല, നീ എന്നെ എന്ത് വിളിക്കുമെന്നുള്ളതാണ്. കണ്ടോ, ദൈവവും നമ്മളും തമ്മിലുള്ള റിലേഷന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ദൈവം നമ്മളെ എന്ത് വിളിക്കും, 2 നമ്മൾ ദൈവത്തെ എന്ത് വിളിക്കും. സ്തോത്രം. ആമേൻ. ഞാൻ നിന്നെ ഓമനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഇതൊക്കെ ദൈവത്തിന് നമ്മളോടുള്ള റിലേഷനാണ്. പക്ഷെ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, നമ്മൾ ദൈവത്തെ എന്ത് വിളിക്കും എന്നുള്ളതാണ്. സ്തോത്രം. കാരണം നമ്മളിൽ അനേകർ പ്രാർത്ഥനാ മുറിക്കകത്ത് പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ദാവീദ് പുത്രാ എന്നോട് കരുണയുണ്ടാകണമേ എന്ന്. വാസ്തവത്തിൽ നമ്മൾ ദാവീദ് പുത്ര എന്ന് വിളിക്കേണ്ടവരല്ല. സ്തോത്രം. യെരിഹോവിന്റെ പടിവാതിൽക്കൽ ഇരുന്ന കുരുടന് യേശുവിനെ കുറിച്ചുള്ള ഒരേ ഒരു അറിവ് എന്ന് പറഞ്ഞാൽ, വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ എഴുന്നേൽപ്പിച്ച് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ ഒരുത്തൻ എഴുന്നേറ്റ് വരും. ഇത് മാത്രമേ അവൻ അറിയത്തുള്ളൂ. ആ വെളിപ്പാടിൽ നിന്നാണ് അവൻ പറഞ്ഞത്, ഇവൻ ദാവീദിന്റെ വേരും വംശവുമായവനാണ്. പക്ഷേ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു. പക്ഷെ ഉയർത്തെഴുന്നേറ്റപ്പോൾ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ കാണുന്നത് ദാവീദിന്റെ സിംഹമായിട്ടോ ദാവീദിന്റെ പുത്രനായിട്ടോ അല്ല, ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തു ഉയർപ്പിക്കപ്പെടുമ്പോൾ ദാവീദ് പുത്രൻ എന്നായിരുന്നില്ല സാക്ഷീകരിച്ചത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കപ്പെടുമ്പോൾ ദൈവപുത്രൻ എന്ന് സാക്ഷീകരിക്കപ്പെടണം. ആകയാൽ നാം സേവിക്കുന്ന നമ്മുടെ രക്ഷകനായിരിക്കുന്ന കർത്താവ് അവൻ കേവലം ദാവീദിന്റെ പുത്രനല്ല, യഹൂദിയയിലെ ഒരു തച്ചനല്ല, തച്ചന്റെ മകനുമല്ല. മൈ ബോസ് ഈസ് നോട്ട് എ ജൂയിഷ് കാർപ്പന്റർ, ബട്ട് മൈ ബോസ് ഈസ് ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്. അവൻ രാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയുമായിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിന്മേലുണ്ട്. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യനാം പിതാവ്. ആകയാൽ വെറും ദാവീദ് പുത്രനല്ല നമ്മുടെ ദർശനം. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള ദർശനം ത്തിലേക്ക് വരണം. അപ്പോൾ പറയുകയാണ്, ഞാൻ നിന്നെ എന്ത് വിളിക്കുമെന്നുള്ളത് സംഗതിയാണ്. ഞാൻ നിന്നെ മോനെ എന്ന് വിളിക്കും, ഓമനെ പേർ ചൊല്ലി വിളിക്കും. പക്ഷേ നീ എന്നെ വിളിക്കുന്നത് എന്തായിരിക്കുമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാനും ദൈവവും തമ്മിലുള്ള റിലേഷൻ. ഇന്ന് രാത്രികാലം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഹൃദ്യമായി നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ, ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? പരസ്യമായി പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ചിലപ്പോൾ നിത്യനും പരിശുദ്ധനും വീരനുമായിരിക്കുന്ന ദൈവമേ എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ പേഴ്സണൽ പ്രയറിൽ, നമ്മുടെ രഹസ്യ പ്രാർത്ഥനയിൽ ലൈറ്റുകൾ ഓഫ് ചെയ്തിട്ട് ഇരുട്ടത്തിരുന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്തായിരിക്കും നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്? ആ ഒരു പ്രാർത്ഥനാ വാചകം, നിങ്ങൾ പറയുന്ന ആ ഒരു പ്രാർത്ഥന, നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥനാ വാചകം വേറെ ഒരാൾ അവരുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പതുക്കെ അറിയാതെ ഇങ്ങനെ കണ്ണു തുറന്നൊന്ന് നോക്കും. എന്താ കാര്യം അറിയാമോ? നമുക്കത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് നമുക്ക് മാത്രം ദൈവത്തെ വിളിക്കാനുള്ള ഒരു പേരാണെന്ന്. അങ്ങനെ നമുക്ക് ദൈവത്തോടുള്ള ഒരു ആഴമേറിയ ബന്ധം. ഇന്ന് രാത്രികാലം ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തെ വിളിക്കുന്ന വിളി ഒന്ന് മാറണം. ഞാൻ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്ന, ദൈവത്തെ സല്യൂട്ട് ചെയ്യുന്ന
സിസ്റ്റം ഒന്ന് മാറണം. ആമേൻ. ഒരു യജമാനനെ എന്ന് വിളിച്ചാൽ അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ യജമാനനെ എന്ന് വിളിക്കത്തില്ല. എൻ്റെ സഹോദരങ്ങളെ, യജമാനനെ എന്ന് ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. യജമാനൻ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ദൈവത്തിൻ്റെ തോട്ടത്തിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായ ശമ്പളം കിട്ടും. ഒരിക്കലും ഒരു കുറവും വരത്തില്ല. എല്ലാ നന്മയുണ്ടാകും. സമ്പത്തിന് ഒരു കുറവും വരത്തില്ല. ആമേൻ. വിശ്വസ്തനായിരിക്കുന്ന യജമാനനാണ്. ഒരിക്കലും പണിയിൽ നിന്ന് പറഞ്ഞു വിടത്തില്ല. അങ്ങനെ ഒത്തിരി ഒത്തിരി നന്മകളുണ്ട്. പക്ഷേ ആ യജമാനെന്ന് ദാസനെന്നുമുള്ള നിലവാരത്തിൽ ലഭിക്കുന്ന കേവലം നന്മകൾക്കപ്പുറമായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്, നീ എൻ്റെ തോട്ടത്തിലെ, നീ എൻ്റെ വയലിലെ, നീ എൻ്റെ വീട്ടിലെ ഒരു പണിക്കാരനോ പണിക്കാരിയോ ആയി നിന്നാൽ പോരാ, എന്നെ ഭർത്താവേ എന്ന് വിളിക്കത്തക്കവണ്ണം ഒരു റിലേഷനിലേക്ക് കടന്നു വരണം. ഇനി അടുത്ത ഒരു ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം. ഒരു യജമാനൻ ഒരു ദാസനോ ദാസിയോ ഉണ്ടെങ്കിൽ ആ യജമാനൻ ഒത്തിരി ലാഭം വരുത്തി കൊടുക്കും, ഒത്തിരി സാമ്പത്തിക നന്മ വരുത്തി കൊടുക്കും, ഒത്തിരി മാന്യത വരുത്തി കൊടുക്കും. പക്ഷേ യജമാനനെ എന്ന് വിളിക്കുന്നവർക്ക് ഒരു കാര്യം മാത്രം യജമാനന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയത്തില്ല. യജമാനന് വേണ്ടി തലമുറയെ ജനിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ അന്നാളിൽ നീ എന്നെ ഈശി ഭർത്താവേ എന്ന് വിളിക്കുമ്പോൾ നീ ഒരു കോൺട്രാക്റ്റിലേക്ക് കയറുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി സന്തതിയെ ജനിപ്പിക്കാം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, നമ്മൾക്ക് ദൈവത്തോടുള്ള ആറ്റിറ്റ്യൂഡ് മാറുമ്പോൾ, നമുക്ക് ദൈവത്തോടുള്ള റിലേഷൻ മാറുമ്പോൾ, ശുശ്രൂഷയുടെ ഒരു അസാധാരണ മഹത്വം ദൈവം നമ്മുടെ മേൽ പകരും. ആമേൻ. ഒരു കേവലം ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനോ അപ്പുറമായിട്ട്, ആമേൻ, ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി പണിതെടുക്കുവാൻ, ആമേൻ, കർത്താവിൻ്റെ തലമുറകളെ ഗർഭം ധരിക്കുവാൻ, കർത്താവിന് വേണ്ടി തലമുറകളെ ഉരുവാക്കുവാൻ, കർത്താവിന് വേണ്ടി ജനതകളെ ഉരുവാക്കുവാൻ നമുക്ക് കഴിയും. നീ എന്നെ ഒത്തിരി നാള്, ആമേൻ, ബാലി എന്ന് വിളിച്ചതാ. നീ എന്നെ ഒത്തിരി നാള്, ആമേൻ, ഒരു ദാസൻ എന്നുള്ള നിലയിൽ സേവിച്ചതാണ്. നീ എന്നെ ഒത്തിരി നാള്, ആമേൻ, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാ. നീ എനിക്ക് വേണ്ടി ബിൽഡിംഗ് പണിതോ, നീ എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിച്ചോ. പക്ഷേ ഇനിയും ഞാൻ നിന്നെ ആ ഒരു ലെവലിൽ വെക്കുകയല്ല. അതിലുപരിയായിട്ട് നീ എനിക്ക് വേണ്ടി എത്രമാത്രം പ്രോപ്പർട്ടി ഉണ്ടാക്കുന്നെന്നോ, നീ എനിക്ക് വേണ്ടി എത്രമാത്രം സാമ്പത്തികമായിട്ട് ലാഭം വരുത്തുന്നു എന്നുള്ളതല്ല. ഇനിയും എനിക്ക് നിന്നിലുള്ള ആഗ്രഹം, എന്നോടുകൂടെയുള്ള ഇൻറ്റിമസിക്കകത്ത് നിന്ന്, എന്നിൽ നിന്ന് വ്യാപരിക്കുന്ന കൃപയ്ക്കകത്ത് നീ ചിലരെ ഗർഭം ധരിച്ച് നീ ചിലരെ പ്രസവിക്കണം. നീ എൻ്റെ സന്തതിയെ വളർത്തണം. ഞാൻ നിന്റെ ശുശ്രൂഷയുടെ തലം, ഞാൻ നിന്റെ നിയോഗത്തെ മാറ്റുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദാസനായിരിക്കുന്ന ഒരു കാലമുണ്ട്. യെശയ്യാപ്രവചനം 49 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെശയ്യാപ്രവചനം 49 അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. ദൈവത്തിൻ്റെ ഒരു ആയുധമാണ്, ഇൻസ്ട്രുമെന്റ് ഓഫ് ഗോഡ്. എന്നാൽ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, എന്നോട് ഇസ്രായേലെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും എന്ന് അരുളി ചെയ്തു. അപ്പോൾ 2-ാം വാക്യത്തിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് ഗോഡ് ആണ്, 3-ാം വാക്യത്തിൽ സെർവന്റ് ഓഫ് ഗോഡ് ആണ്. ഇനിയും അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ്, നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ, എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്തു. കണ്ടോ, ആദ്യം ദൈവത്തിൻ്റെ കയ്യിൽ മറഞ്ഞിരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിരുന്നു, പൂണിയിലും അറയിലും ഒളിപ്പിച്ചു വെച്ചിരുന്നതായിരുന്നു. രണ്ടാമത് ഒരു ദാസനായിരുന്നു. ഇപ്പോൾ 3-ാമത് ആരായിരുന്നറിയാമോ? ഒരു ലൈറ്റായി മാറ്റപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ദൈവമാകുന്ന വലിയ വെളിച്ചത്തിന്റെ റിഫ്ലക്ഷനുകളാക്കി, ദൈവത്തിന്റെ കൊച്ചു കൊച്ചു പ്രതിരൂപങ്ങളാക്കി, ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാക്കി, ദൈവത്തിന്റെ, ആമേൻ, ഞാൻ പറയുന്നതിന് ആ നല്ല ആസ്പെക്റ്റിൽ എടുക്കണമേ, കൊച്ചു ദൈവങ്ങളാക്കി നമ്മളെ ദൈവം മാറ്റുകയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞത് ആ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ എടുക്കണം. ആമേൻ. നിങ്ങളൊക്കെ ദേവന്മാരെന്നും അത്യുന്നതന്റെ പുത്രന്മാരും വലിയ വെളിച്ചമാകുന്ന ദൈവത്തിന്റെ പുത്രന്മാരാകുന്ന ചെറിയ വെളിച്ചങ്ങളാക്കി ദൈവം നമ്മളെ മാറ്റി തീർക്കുകയാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അടുത്തത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ആമേൻ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നത് പോലെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇവിടെ യെശയ്യാവിന്റെ അടുക്കൽ പറയുകയാണ്, ആദ്യം ഞാൻ നിന്നെ മറച്ചു വെക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി, 2 ഞാൻ നിന്നെ ഒരു സെർവന്റ് ആക്കി, പക്ഷെ ഇപ്പോൾ ഞാൻ നിന്നെ അവിടെ നിന്ന് ഞാൻ ലൈറ്റ് ആയിരിക്കുന്നത് പോലെ നിന്നെ ഒരു ലൈറ്റ് ആക്കുകയാണ്. അതാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായത്തിൽ പറഞ്ഞു, അവന്റെ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടിയിൽ എന്നവണ്ണം പ്രതിബിംബിപ്പിക്കുന്നവരായി
തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ ദാസൻ ഇപ്പോൾ ആരായി തീർന്നു? റിഫ്ലക്റ്റിംഗ് മിറേഴ്സായി മാറ്റപ്പെട്ടു. ഇന്ന് രാത്രികാലം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്നതിനെക്കാട്ടിലുപരി ദൈവത്തിന് തൻ്റെ മഹത്വം, തൻ്റെ ഗ്ലോറി കാരിയേഴ്സായി, ഗ്ലോറി മിറേഴ്സായി, ഗ്ലോറി റിഫ്ലക്റ്റേഴ്സായി എന്നെ നിങ്ങളെ മാറ്റുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറയുകയാണ്, സ്തോത്രം, നീ ഒരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ എൻ്റെ പൂണിയിലിരിക്കും, നീ ഒരു ദാസനാണെങ്കിൽ എൻ്റെ ഗോത്രങ്ങളുടെ ഇടയിൽ നിൽക്കും, പക്ഷെ നീ ഒരു ലൈറ്റ് ആണെങ്കിൽ ജാതികളുടെ ഇടയിൽ നിൽക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, നീ ഒരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ എൻ്റെ ഭൂമിയിലിരിക്കും, നീ എൻ്റെ ദാസനാണെങ്കിൽ എൻ്റെ ഗോത്രങ്ങളുടെ ഇടയിൽ നിൽക്കും, പക്ഷെ നീ ഒരു ലൈറ്റ് ആണെങ്കിൽ നീ ജാതികളുടെ ഇടയിലേക്ക് നിൽക്കുക. ഇന്ന് രാത്രി ദൈവം നമ്മുടെ മേലിടുന്ന അഭിഷേകത്തിന്റെ ലെവല് മാറ്റുമ്പോൾ നമ്മുടെ ബൗണ്ടറികൾ വിശാലപ്പെടുകയാണ്. നമ്മുടെ അതിരുകൾ, നമ്മുടെ ഫെൻസിങ്ങുകൾക്ക് അപ്പുറത്തേക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഭൂമിയിൽ മറയപ്പെട്ടവൻ ഗോത്രങ്ങൾക്കപ്പുറം, ഫെൻസിങ്ങുകൾക്കപ്പുറം, ജാതികളുടെ ഇടയിലേക്ക് ഹോലി സ്പിരിറ്റ്, ഹോലി സ്പിരിറ്റ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവം പറയുകയാണ്, നീ എന്നെ വിളിക്കുന്ന പേര് ഞാൻ മാറ്റും. നീ ഇന്നലെ വരെ എന്നെ സാറേ എന്ന് വിളിച്ചു, പക്ഷെ നാളെ തുടങ്ങി എൻ്റെ അച്ചായാന്ന് നീ എന്നെ വിളിക്കും. ഇന്നലെ വരെ നീ സാറേ എന്ന് വിളിച്ചു, പക്ഷെ നാളെ തുടങ്ങി എൻ്റെ അച്ചായാന്ന് നീ എന്നെ വിളിക്കും. സ്തോത്രം. ഈ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ചില മാറ്റങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ദൈവം ബന്ധം മാത്രമല്ല മാറ്റുന്നത്. 14-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. 14-ാം വാക്യം, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അപ്പോ എവിടെയാണ് നിൽക്കുന്നത്? മരുഭൂമിയിൽ. എന്നിട്ട് പറയുകയാണ്, അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെ കൊടുക്കും. അപ്പോൾ പറയുകയാണ്, അവളുടെ മരുഭൂമിയെ ഞാൻ എന്താക്കി തീർക്കും? മുന്തിരിത്തോട്ടമാക്കി മാറ്റും. The Lord can change your situations. നിന്റെ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയും. ഞാൻ അവളെ മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെ നൽകും. If you are ready to listen to the word of God, if your ears, if your heart is tuned with the kingdom of God, with the spirit of God, your situations will be changed. നിന്റെ കാതുകൾ ദൈവശബ്ദം കേട്ടു, നിന്റെ കാതുകൾ ദൈവശബ്ദം കേട്ടു തുടങ്ങട്ടെ. നിന്റെ കാതുകൾ ദൈവശബ്ദം കേട്ടു തുടങ്ങുമ്പോൾ, നിന്റെ ഹൃദയം ദൈവശബ്ദം കേട്ടു തുടങ്ങുമ്പോൾ, ഹൃദ്യമായ ദൈവശബ്ദം കേൾക്കുമ്പോൾ, ആ ദൈവശബ്ദത്തിന്റെ നടുവിലാണ് നിന്റെ സാഹചര്യങ്ങൾ മാറുവാൻ തുടങ്ങുന്നത്. അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന്, എവിടെ വെച്ച് ഞാൻ അവളോട് സംസാരിച്ചോ അവിടെ നിന്ന് ഞാൻ അവളുടെ സിറ്റുവേഷൻസ് മാറ്റാൻ തുടങ്ങും. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ അടുക്കൽ ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിലെ വിടുതൽ സംഭവിക്കുന്നതിന് മുമ്പേ നീ ദൈവത്തെ ഒന്ന് അടുത്തറിഞ്ഞാലേ സാധിക്കുകയുള്ളൂ. The presence of God, the intimacy of God, the sound of God, it only can change your situation. സ്തോത്രം. ദൈവ ശബ്ദം കേൾക്കുന്നിടത്താണ് മാറ്റങ്ങൾ ആരംഭിക്കുന്നത്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നിടത്താണ് മാറ്റങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ന് രാത്രി 1 മിനിറ്റ് ആത്മതലത്തിലേക്ക് കയറി അഭിഷേകത്തിൽ കണക്ട് ആകട്ടെ. ഹോലി സ്പിരിറ്റ്, നിങ്ങളുടെ കാതുകൾ ദൈവ ശബ്ദം കേട്ടു തുടങ്ങട്ടെ. നിങ്ങളുടെ മനസ്സ് ദൈവത്തോട് അടുക്കട്ടെ. നിങ്ങളുടെ ആത്മമണ്ഡലം ഉണർന്നു വരട്ടെ. നിങ്ങളുടെ അകത്തു കിടക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവുമായി കണക്ട് ആകട്ടെ. ലാസര മഹർത്താനിയ ജാരദ രാജ രാജ രാജിയ ഉടലമരഘടക ജാനിക രാജ രാജര പ്രവാരബല ഹടകര ഘടക ഛരാതിരി ഗരഗരാദിയ ഉരഗദനമനമനം ജാരബരൈഡവർ ധോനി വിരികിടകര ഘടക ധനാദിയ ജരാദര ജൂലമാരഘടകസ്യം പ്രവാർത്ഥാനി. ഞാൻ അവൾക്ക് മരുഭൂമിയെ മുന്തിരിത്തോട്ടമാക്കും. ഐ ഷാൽ ചേഞ്ച് ഹർ സിറ്റുവേഷൻ. രണ്ടാമതായി പറയുകയാണ്, ഞാൻ അവൾക്ക് പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയെ കൊടുക്കും.
ദൈവശബ്ദം കേട്ട വ്യക്തിക്ക് ഒന്ന് സിറ്റുവേഷൻസിനെ മാറ്റി, രണ്ടാമതായി അവളുടെ ലൈഫിൽ കിടന്ന ആഘോർ താഴ്വരകളെ ഇപ്പോൾ എന്താക്കി മാറ്റിയെന്നറിയാമോ? ഡോർ ഓഫ് ഹോപ്പ് ആക്കി മാറ്റി. എന്താണ് ഇവിടെ പറയുന്നത്? ആഘോർ താഴ്വര എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇതിനകത്തിരിക്കുന്ന എല്ലാ ദൈവമക്കളും വചനത്തിൻ്റെ വെളിപ്പാടും വചനത്തിൻ്റെ സാധ്യതയും അറിഞ്ഞവരാണ്. ഈ ആഘോർ താഴ്വര എന്ന് ഞാൻ പറഞ്ഞ ഉടനെ നിങ്ങൾ ന്യായാധിപന്മാരുടെ യോശുവയുടെ കാലഘട്ടത്തിലേക്ക് പോയി. സ്തോത്രം. ആഖാൻ എന്ന മനുഷ്യൻ അവൻ പാപം ചെയ്തതും മറച്ചു വെച്ചതും അവനെ പിടിച്ചതും അവനെ കല്ലെറിഞ്ഞു കൊന്നതും ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയിലേക്ക് നിങ്ങൾ പോയി. ആഘോർ എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്കെല്ലാം ആദ്യം വന്നത് എന്താണെന്നറിയാമോ? ഒരു ന്യായവിധിയുടെ ചരിത്രം, ഒരു ദൈവകോപത്തിന്റെ ചരിത്രം, ഒരു ദൈവം തള്ളിക്കളഞ്ഞ ചരിത്രം, അവിടെ ഒരു പാപത്തിന്റെ ചരിത്രം, അങ്ങനെ ഒരു തിന്മയുടെ ചരിത്രം മൈൻഡിലേക്ക് വന്ന, തിന്മയുടെ ചരിത്രം വിളിച്ചു പറയുന്ന ആഘോറിന്റെ താഴ്വരയെ നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ അതിൻ്റെ ഐഡന്റിറ്റി മാറ്റാൻ പോവുകയാ, ഞാൻ അതിൻ്റെ ഹിസ്റ്ററി മാറ്റാൻ പോവുകയാ. ഇന്ന് ആഘോർ താഴ്വര അറിയപ്പെടുന്നത് ദ വാലി ഓഫ് ജഡ്ജ്മെന്റ് എന്നാണെങ്കിൽ, ഇന്ന് രാത്രി ഞാനതിനെ നാളിൽ ഞാനതിനെ ദ ഡോർ ഓഫ് ഹോപ്പായി മാറ്റുവാൻ പോവുകയാണ്. ഇന്ന് രാത്രി ചില കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് നിന്നോട് ഇങ്ങനെ പറയുന്നു, നിന്റെ കുടുംബത്തിന്റെ ഐഡന്റിറ്റി വാലി ഓഫ് ജഡ്ജ്മെന്റ് എന്നായിരിക്കാം. നിന്റെ കുടുംബത്തിലെ അനർത്ഥങ്ങളെ നോക്കി ആമേൻ, ഇത് ജഡ്ജ്മെന്റ് വാലി എന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഇന്ന് രാത്രി നീ ദൈവശബ്ദം കേട്ടു തുടങ്ങുമ്പോൾ അതിന്റെ ചരിത്രത്തെ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ പറഞ്ഞാട്ടെ. ദൈവത്തിന് എന്റെ ഹിസ്റ്ററിയെ ചേഞ്ച് ചെയ്യാൻ കഴിയോ? ദൈവത്തിന് എന്റെ ഐഡന്റിറ്റിയെ ചേഞ്ച് ചെയ്യാൻ കഴിയും. ഓ റബസ്യ പ്രവാർത്ഥാനി, എൻ്റെ ദൈവം ഒരു ഹിസ്റ്ററി ചേഞ്ചർ ആണെന്നേ. എൻ്റെ ദൈവം ഒരു ഹിസ്റ്ററി ചേഞ്ചർ ആണെന്ന്, എൻ്റെ ദൈവം ഒരു ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒന്ന് സ്പെഷ്യലായിട്ട് നിന്നെ താങ്കളുടെ ശരീരത്തിൽ കൂടെ പ്രവർത്തിക്കുന്നത് അറിയുന്നുവെങ്കിൽ ഇന്ന് രാത്രി ചില ചരിത്രങ്ങൾ മാറുകയാണ്, ചില ഐഡന്റിറ്റികളെ ദൈവം റീറൈറ്റ് ചെയ്യുകയാണ്. Holy Spirit, Holy Spirit, സ്തോത്രം 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 സ്തോത്രം. ആമേൻ. വാലി ഓഫ് ജഡ്ജ്മെന്റ് എന്ന് എഴുതിയ നാട്ടുകാർ മൊത്തം പറഞ്ഞു പഴകിയ വാലി ഓഫ് ജഡ്ജ്മെന്റിൽ കൂടെ ഇപ്പോൾ കടന്നു പോകുന്നവൻ പറയാ, നോ മോർ വാലി ഓഫ് ജഡ്ജ്മെന്റ്. ഇതാ ആ സിറ്റിയുടെ ബോർഡ് മാറ്റി അവിടെ ഇപ്പോൾ പുതുതായി ഒരു ബോർഡ് വെച്ചിരിക്കുന്നു. ആ ബോർഡ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഡോർ ഓഫ് ഹോപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രൂശിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. ഇത് ക്രൂശിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. സ്തോത്ര. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും കുരിശെടുത്ത് വീട്ടിനകത്ത് വെക്കുമായിരുന്നോ? ആരെങ്കിലും കുരിശെടുത്ത് ഒരു വീടിന്റെ മുകളിൽ വെക്കുമായിരുന്നോ? ആരെങ്കിലും കുരിശെടുത്ത് ഒരടയാളമാക്കുമായിരുന്നോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശ് ആമേൻ ഒരു ജഡ്ജ്മെന്റിന്റെ, ഒരു ന്യായവിധിയുടെ, ഒരു ശാപത്തിന്റെ അടയാളമായിരുന്നു. പക്ഷെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗത്സമനയിൽ നിന്ന് പിടിക്കപ്പെട്ട് ഗബത്തയിൽ വെച്ച് അടിക്കപ്പെട്ട് ഗോൽഗോത്തയിലേക്ക് യേശുനാഥൻ കുരിശിൻ ചുമന്ന് കയറിപ്പോയി. ആ കുരിശിന്മേൽ ഇരുകരം വിരിച്ച് ആമേൻ കാരിരും മാണികളാൽ തളയ്ക്കപ്പെട്ട് ആ കുരിശിൽ കിടന്ന് എലോഹി എലോഹി ലമ്മ ശബക്താനി എന്നുറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടുകഴിഞ്ഞപ്പോൾ ക്രൂശിന്റെ ചരിത്രം മാറി. ക്രൂശിന്റെ ചരിത്രം മാറി. ക്രൂശ് ഇന്നൊരു അനുഗ്രഹമായി ലോകം മുഴുവൻ ക്രൂശിനെ അനുഗ്രഹമാക്കി തീർത്തോ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ക്രൂശ് യേശു ആ ക്രൂശിനെ ഒന്ന് ചുമന്നോ, ക്രൂശിന്റെ ചരിത്രം മാറി. യേശു കൈകൾ വിരിച്ച ആ കുരിശിന്മേൽ റെസ്റ്റ് ചെയ്തോ, ആ കുരിശിന്റെ ചരിത്രം മാറി. ഇന്ന് രാത്രി ഞാൻ 2 ഭാഗം പറയുകയാണ്. നീ കർത്താവിനാൽ വഹിക്കപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നീ കർത്താവിനാൽ, നീ എത്ര ഗതികെട്ടവനുമാകട്ടെ, ആമേൻ, ദ റഗഡ് ക്രോസ്, എത്ര പരുവരുത്ത, എത്ര വൃത്തികെട്ട, എത്ര ഗതികെട്ട ഒരു കുരിശുമാകട്ടെ, പക്ഷെ ആ കുരിശ് യേശുവിന്റെ ചുമലിൽ കയറി കഴിഞ്ഞപ്പോൾ അതൊരു അനുഗ്രഹത്തിന്റെ അടയാളമായി മാറിയെങ്കിൽ ഇന്ന് രാത്രി നീ തിരിച്ചറിഞ്ഞാട്ടെ, ആരൊക്കെ തള്ളിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞ മരക്കഷണം പോലെ ആമേൻ ദ റഗഡ് ക്രോസ് ആയിരിക്കാൻ ഞാൻ, പക്ഷേ എന്നെ ചുമക്കാനൊരു തോളുണ്ട്, എന്നെ ചുമക്കാനൊരു തോളുണ്ട്, എന്നെ ചുമക്കാനൊരു തോളുണ്ട്. ഹോലി സ്പിരിറ്റ്,
എൻ്റെ സഹോദരങ്ങളെ, ഗബത്തയിൽ നിന്ന് ഗോൽഗോത്തയിലേക്ക് കടന്നു പോകുന്ന ആ കുരിശ് എന്നോടും നിങ്ങളോടും പറയുക, ഇതിനെ ചുമക്കാൻ ആരുമില്ല, പക്ഷെ യേശുനാഥനുണ്ട്. അത് ചുമക്കുന്നതിനിടയിൽ യേശു പിന്നെയും താഴെ വീണു. പക്ഷെ യേശു താഴെ വീണു കഴിഞ്ഞപ്പോൾ ഈ കുരിശ് ചുമക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ് യേശു കുരിശിനെ കളഞ്ഞിട്ട് പോയില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എന്നെയും നിങ്ങളെയും ചുമക്കുമ്പോൾ യേശുനാഥൻ എത്ര പ്രാവശ്യം ഇടറി. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ഭാരത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ധാർഷ്ട്യത്തിൽ, എൻ്റെയും നിങ്ങളുടെയും പിന്മാറ്റത്തിൽ, എൻ്റെയും നിങ്ങളുടെയും അവിശ്വാസത്തിൽ എത്ര പ്രാവശ്യം നാഥൻ മുഴങ്കാലുകൾ ഇടിച്ച് മുഖമിടിച്ച് ആ ഗോൽഗോത്തയുടെ പാറമുകളിൽ വീണു. പക്ഷെ നാഥൻ എന്നിട്ടും ആ കുരിശിനെ കൈവിട്ടില്ല. എന്നിട്ടും നാഥൻ ഈ കുരിശിനെ കൈവിട്ടില്ല. ഈ കുരിശിനെ നാഥൻ കൈവിട്ടില്ല. തോളിൽ ചുമന്ന് മെനക്കേടാണെന്ന് കണ്ട് കയറ് കെട്ടി കാളയെ വെച്ച് വലിപ്പിച്ചില്ല. പകരം ഈ കുരിശിനെ നാഥൻ ചുമന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, മനുഷ്യർ പലരും നിന്നെ കുരിശെന്ന് തള്ളി മാറ്റി നിർത്തുമ്പോൾ ഈ കുരിശിനെ ചുമക്കാൻ ഒരു ദൈവമുണ്ട്. ഈ കുരിശിനെ ചുമക്കാൻ ഒരു ദൈവമുണ്ട്. ആ കുരിശിനെ ചുമന്നു. പക്ഷെ കുരിശിന് രണ്ട് ഭാഗമുണ്ട് കേട്ടോ. ഗോൽഗോത്തയിൽ എത്തുന്നിടം വരെ യേശു കുരിശിനെ ചുമന്നു. പക്ഷെ ഗോൽഗോത്തയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ യേശുവിനെ ഉയർത്തുവാൻ വേണ്ടി കുരിശ് യേശുവിന് ഇടമായി കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഒന്ന് പറയട്ടെ, എന്നെയും നിങ്ങളെയും, ഞാനും നിങ്ങളുമാകുന്ന ഈ കുരിശുകളെ കർത്താവ് ചുമന്നെങ്കിൽ, കുരിശേ, നിനക്ക് കർത്താവിനെ ഒന്ന് ഉയർത്താമോ? നിനക്ക് കർത്താവിനെ ഒന്ന് ഉയർത്താമോ? ക്രിസ്തു നമുക്ക് വേണ്ടി പകരക്കാരനായി. നാം ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളാകണ്ടേ? എന്റെ പാപം നിമിത്തം യേശു ക്രൂശിന്മേൽ മരിച്ചു. അങ്ങനെയെങ്കിൽ അവന്റെ നീതി നിമിത്തം ഞാൻ അവന് പകരക്കാരനാകണ്ടേ? എന്റെ ശാപത്ത് നിമിത്തം അവൻ എനിക്ക് വേണ്ടി പകരക്കാരനായി. അങ്ങനെയെങ്കിൽ അവന്റെ അനുഗ്രഹത്തെ ഞാൻ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കണ്ടേ? ഹോളി സ്പിരിറ്റ്, എൻ്റെ സഹോദരങ്ങളെ, യേശുവിനെ ഉയർത്തുവാൻ വേണ്ടി ആ കുരിശുയർന്നു. കുരിശുയരുമ്പോൾ യേശു ഉയരുകയാണ്. എൻ്റെയും നിങ്ങളുടെയും എല്ലാ ഉയർച്ചകളും യേശുവിനെ ഉയർത്തുന്ന ഉയർച്ചകളാകട്ടെ. എൻ്റെയും നിങ്ങളുടെ എല്ലാ ഉയർച്ചകളും യേശുവിനെ ഉയർത്തുന്ന ഉയർച്ചകളാകട്ടെ. ഞാൻ അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയാം. യേശുവിൻ്റെ ശരീരത്തിൽ ആണി അടിക്കപ്പെട്ടു. യേശുവിൻ്റെ ശരീരത്തിൽ ആണി അടിച്ചു. അത് യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് അടുത്തത് ആണി എങ്ങോട്ടാ കയറിയതെന്നറിയാമോ? ആ കുരിശിലേക്ക് കയറുവാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകണം. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് പൂരിപ്പിക്കണം. ലോറ മഹസ്യ പ്രവർത്താനി, എനിക്ക് ക്രിസ്തുവിനെ വഹിക്കണം, എനിക്ക് ക്രിസ്തുവിനെ ചുമക്കണം, എനിക്ക് ക്രിസ്തുവിനെ ഉയർത്തണം. നടക്കും. പക്ഷെ ഒരു കാര്യം, അവൻ്റെ കരങ്ങളിൽ തുളഞ്ഞു കയറിയ കാരിരുമ്പാണികൾ ഈ കുരിശിലും കൂടെ ഒന്ന് കയറിയാൽ മാത്രമേ ക്രിസ്തുവിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ എനിക്ക് കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി എത്ര പേർ ഹൃദയം തുറന്നു കൊടുക്കുക, അപ്പ നിന്റെ കരത്തിൽ കയറിയ ആ കുരിശ്, ആ കാരിരുമ്പാണി എൻ്റെ മേലും കൂടെ ഒന്ന് കയറട്ടെ. എങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ ഹോൾഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. എങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ ഹോൾഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, യേശുവിന് കുരിശിനോട് പറ്റി നിൽക്കണം. യേശുവിന് കുരിശിനോട് ചേർന്ന് നിൽക്കണം. അതിനൊരു കാര്യം ചെയ്യണം. യേശുവിൻ്റെ കൈകാലുകളിൽ അടിച്ച ആ കാരിരുമ്പാണി ഈ കുരിശിലും കൂടെ കയറണം. അല്ലാതെ ഇതുമായിട്ട് കണക്ട് ആകാൻ പറ്റത്തില്ലെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, അഭിഷക്തന്മാരെ, ഞാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണയ്ക്കകത്ത് ഞാൻ പറയുകയാണ്, നിന്റെ മേലെ കാരിലും മാണി അടിച്ചാലേ അപ്പനെ നിനക്ക് വഹിക്കാൻ പറ്റത്തുള്ളൂ, അപ്പനെ നിനക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി നീ തിരിച്ചറിഞ്ഞാട്ട് നിനക്ക് ഈ ഗ്ലോറി ഹോൾഡ് ചെയ്യണമെങ്കിൽ, നിനക്ക് ഈ പരിശുദ്ധാത്മാവിനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ ആ കാരിലും മാണി നിന്റെ മേലെ അടിച്ചേ മതിയാകത്തുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ,
യേശുവിൻ്റെ മേൽ ആണി അടിച്ചതൊക്കെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ കുരിശിനകത്ത് ആണി കയറിയത് ആരും എഴുതിയിട്ടില്ല. ഞാനൊരു കാര്യം പറയാം, മനുഷ്യൻ നിനക്ക് വരുത്തുന്ന പല മുറിവുകളും നോട്ടീസ് ചെയ്യപ്പെടാതെ ആരും അറിയാതെ പോകുമ്പോൾ നീ അറിയണം, എൻ്റെ മുറിവൊന്നും നോട്ടീസ് ചെയ്യപ്പെടണ്ട, എൻ്റെ വൂണ്ടുകളൊന്നും നോട്ടീസ് ചെയ്യപ്പെടണ്ട, എൻ്റെ നഷ്ടങ്ങളൊന്നും നോട്ടീസ് ചെയ്യപ്പെടണ്ട. എനിക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യമുണ്ട്, ഈ മുറിവുകൾ കൊണ്ട് എനിക്ക് കർത്താവിനെ ഹോൾഡ് ചെയ്യണം, അവൻ്റെ ഗ്ലോറിയെ ഹോൾഡ് ചെയ്യണം, അവൻ്റെ സ്പിരിറ്റിനെ ഹോൾഡ് ചെയ്യണം. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ആമേൻ. ഞാൻ ആ കുരിശിന്റെ അടുക്ക ചോദിച്ചു, ആ കാരിരുമ്പ് ആണി കയറിയപ്പോ നിനക്ക് എന്ത് തോന്നിയെന്ന്. കുരിശന്റെ അടുക്കൽ തിരിച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട്, നീ ആണി കയറിയതല്ലേ കണ്ടുള്ളൂ. ഞാൻ വളർന്നു വന്ന ഇടത്ത്, ഞാൻ തല ഉയർത്തി നിന്ന ഇടത്ത് ഇതേ ഇരുമ്പ് ഒരു കോടാലി പോലെ വന്ന് എന്നെ ആഞ്ഞാഞ്ഞു വെട്ടി, എന്നെ പറിച്ചെടുത്ത്, ആമേൻ, എന്നെ അവിടെ നിന്ന് വെട്ടിയെടുത്ത് ആ കാരിരുമ്പാണികളുടെ മുറിവുകൾ, ആ കാരിരുമ്പിന്റെ കോടാലി കൊണ്ട് അവൻ എന്നെ വെട്ടിയെടുത്ത്, അവൻ എന്നെ അറുത്തെടുത്തു. ആ വെട്ടിയെടുത്ത അവിടെ നിന്നാണ്, ആ വേദനയാണ് എന്നെ ക്രിസ്തുവിങ്കിലേക്ക് അടുപ്പിച്ചത്. ഞാൻ പറയട്ടെ, ഇരുമ്പ് കൊണ്ട് മുറിവേറ്റ മരത്തിനു മാത്രമേ ക്രിസ്തുവിനോട് അടുക്കാൻ കഴിയത്തുള്ളൂ. ഇരുമ്പ് കൊണ്ട് മുറിവേറ്റ കുരിശിന് മാത്രമേ ക്രിസ്തുവിനെ വഹിക്കാൻ കഴിയത്തുള്ളൂ. വേരൂന്നി നിൽക്കുന്ന, സ്വന്തം ദേശത്ത് തല ഉയർത്തി നിൽക്കുന്ന പല മരങ്ങളും ഇന്നും സന്തോഷമായി നിൽക്കുമ്പോൾ, വെട്ടിയെറിയപ്പെട്ട മരമേ, കാരിരുമ്പിന്റെ കോടാലി കൊണ്ട് അറുക്കപ്പെട്ട മരമേ, നിന്റെ മേൽ ഒരു പദ്ധതിയുണ്ട്. നീ കർത്താവുമായി അടുക്കാനാ. അടുത്താൽ മാത്രം പോരാ, നിന്റെ മേൽ ആണി അടിച്ച് തുളഞ്ഞു കയറിയാലേ then only you can hold Christ, then only you can carry Christ. Holy Spirit, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിന്മേൽ കയറി. 2 ഭാഗമാണ് പറയുന്നത്. ഗബത്ത തുടങ്ങി ഗൊൽഗോത്ത വരെ യേശു നമ്മുടെ പാപങ്ങളെ ചുമക്കുകയായിരുന്നു. പക്ഷെ ഗൊൽഗോത്തയിലെത്തിയപ്പോൾ യേശു ആ കുരിശിന്മേൽ കയറി. നമ്മൾ, ആമേൻ, ഞാനും നിങ്ങളും ക്രൂശാണെങ്കിൽ, ഞാനാണ് ആ ക്രൂശ്, അങ്ങനെയെങ്കിൽ എൻ്റെ മേൽ യേശു കയറും. ടു ഹോൾഡ് ഹിം, ടു ക്യാരി ഹിസ് ഗ്ലോറി, ഐ ഷുഡ് ബി നെയിൽഡ്. എൻ്റെ എല്ലാ മുറിവുകളും അവൻ്റെ മഹത്വം വഹിക്കാന്, എൻ്റെ എല്ലാ മുറിവുകളും അവൻ്റെ ശുശ്രൂഷ വഹിക്കാന്, എൻ്റെ എല്ലാ മുറിവുകളും അവൻ്റെ കൃപ വഹിക്കാനാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ പറയട്ടെ, നിങ്ങളുടെ മുറിവുകൾ ഒത്തിരി വിലപ്പെട്ടതാ. നിങ്ങളുടെ മേൽ വീണ കാരിരുമ്പാണികൾ ഒത്തിരി വിലപ്പെട്ടതാ. അതിനെ വൃഥാവാക്കി കളയരുത്. ഇറ്റ്സ് പ്രഷ്യസ്. അതുകൊണ്ടാ ഇബ്രായ ലേഖനത്തിൽ ഇത് ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമാണ്. കണ്ടോ, മുന്തിരിത്തോട്ടം മരുഭൂമി മുന്തിരിത്തോട്ടമായി. ആഘോർ താഴ്വര ജഡ്ജ്മെന്റ് വാലിയിൽ നിന്ന് ഡോർ ഓഫ് ഹോപ്പായി. മൂന്നാമതായി പറയുകയാണ് അവൾ അവിടെ പ്രത്യാശയുടെ വാതിലായ ആഘോർ താഴ്വരെ കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്തിൽ എന്ന പോലെയും അവൾ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെയും വിധേയയാകും. എന്നാൽ അതിൻ്റെ 13-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ കാണുവാൻ കഴിയുന്നത്, എന്നെ മറന്നു കളഞ്ഞ നാളുകളെ ഞാൻ അവളോട് സന്ദർശിക്കും, അവൾ ജാരന്മാരെ പിന്തുടർന്നു. അതിൻ്റെ 13-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവൾ ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാണിച്ച് കുണുക്കും ആഭരണങ്ങളും കൊണ്ട് തന്നെ അലങ്കരിച്ച് തൻ്റെ ജാരന്മാരെ പിന്തുടർന്ന് എന്നെ മറന്നു കളഞ്ഞ നാളുകൾ. അപ്പൊ ഈ സ്ത്രീക്ക് വേറൊരു കാലമുണ്ട്. തന്നെത്താൻ അലങ്കരിച്ച് ജാരന്മാരെ അനുഗമിച്ച് നടന്ന കാലങ്ങൾ. പക്ഷെ ഇപ്പൊ ഇവൾ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഇവൾ തന്നെത്താൻ അലങ്കരിക്കുകയല്ല, അവളുടെ ഇഷ്ടത്തിന് അവളെ അലങ്കരിക്കുകയല്ല. ഒരു മനുഷ്യനെ എപ്പോഴും അലങ്കരിക്കുമ്പോൾ എന്തായിരിക്കും ചെയ്യുന്നതെന്നറിയാമോ?
അവൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കും അലങ്കരിക്കുന്നത്. നമ്മൾ മുടി വെട്ടാൻ പോകുന്ന ഉടനെ ആദ്യം ബാർബർ നമ്മുടെ അടുക്ക ചോദിക്കും എങ്ങനെയാ വെട്ടേണ്ടതെന്ന്. ഇനിയും ചോദിക്കാത്ത ബാർബർമാരുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ സ്ഥിരമായി അദ്ദേഹത്തെ ട്യൂൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾ വേറൊരിടത്ത് പോകത്തില്ല, നമ്മളാരും പോകത്തില്ല. കാരണം നമ്മുടെ ഇഷ്ടത്തിന് വെട്ടണം. അപ്പം നമ്മളെ അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു അവർ വിൽ. അപ്പൊ അവൾ തന്നെ അലങ്കരിച്ചു. അപ്പൊ അവൾ അവളുടെ ഇഷ്ടത്തിനായിരുന്നു ജീവിച്ചിരുന്നത്. അവൾ ജാരന്മാരെ പിന്തുടർന്നു. അവളുടെ കാഴ്ചപ്പാടിൽ ചിലരൊക്കെ ആയിരുന്നു, ആ ഫെയിം ആയിരുന്നു അവളെ അട്രാക്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇവൾ തന്നെത്താൻ അഡോൺ ചെയ്യാതെ ഇവൾ കർത്താവിന് വിധേയയാവുകയാണ്. ഒരു എൻ്റർ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ. കേട്ടോ, ദൈവശബ്ദത്തിന് മൂന്ന് കാര്യങ്ങളെ ചെയ്യുന്നതാണ് നാം കണ്ടത്. ഒന്ന്, നമ്മളുടെ അവസ്ഥകളെ മാറ്റും. രണ്ട്, നമ്മുടെ ചരിത്രത്തെ മാറ്റും, ഐഡന്റിറ്റിയെ മാറ്റും. മൂന്ന്, നമ്മുടെ സ്വഭാവത്തെ മാറ്റും. ഇന്ന് ഞാൻ ഒന്നും കൂടെ ചോദിക്കുകയും പറയുകയും ചെയ്യട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ആരും വിശുദ്ധരായിട്ടില്ല, സത്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കുഴപ്പമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഒരു 5 വർഷം മുമ്പത്തെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയേ. എന്തൊരു മനുഷ്യനായിരുന്നുടാ നീ എന്തൊരു സാധനമായിരുന്നു. വേറെ ആരോടും അല്ല പറയുന്നത്. ആരോടാ പറയുന്നേ? നമ്മളോട് തന്നെ നമ്മൾ പറയും, നീ അന്ന് ചെയ്തത് തെറ്റായിപ്പോയി, മണ്ടത്തരമായിപ്പോയി. പുറത്താരുടെ അടുത്ത് സമ്മതിക്കത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ ഉൾമുറിയിൽ നമ്മുടെ പഴയ ആളിനെ നോക്കിയിട്ട് പറയും, നിന്റെ കയ്യിൽ തന്നെ തെറ്റ്. നമുക്ക് നമ്മളെ കുറ്റം വിധിക്കാൻ പറ്റുന്നില്ലേ? ഇന്നലകളിലെ ഞാൻ പലതിലും ശരിയല്ല എന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുന്നില്ലേ? ഇന്നലകളിലെ ഞാൻ ശരിയല്ല എന്ന് എനിക്ക് നിങ്ങൾക്കും പറയാൻ കഴിയുന്നില്ലേ? അതിൻ്റെ കാരണം നമ്മുടെ സ്വഭാവത്തെ ദൈവം രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവകൃപ അനുഭവിച്ച ദൈവമക്കൾക്കും പറയാം, പണ്ട് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു. എൻ്റെ കുടുംബക്കാരുടെ ഒന്നും സ്വഭാവം ഇങ്ങനെയല്ല. എൻ്റെ ദൈവം എന്നെ മെരുക്കിയതാണ്. എൻ്റെ ദൈവം എന്നെ ഒരുക്കിയതാ. എൻ്റെ ദൈവം എന്നെ പണിതതാ. എൻ്റെ ദൈവം എന്നെ ഇത്രയൊന്നും ആക്കിയെടുക്കാൻ പെട്ട പാടേ. ആമേൻ. 1, 2 ഇതിലൊന്നും ഞാൻ നന്നായില്ല, പക്ഷെ എൻ്റെ ദൈവം വിട്ടില്ല. ആമേൻ. ഞാൻ അവൻ്റെ അവസ്ഥയെ മാറ്റും. ഞാൻ അവൻ്റെ ചരിത്രത്തെ, ഐഡന്റിറ്റിയെ മാറ്റും. 3, ഞാൻ അവൻ്റെ സ്വഭാവത്തെ മാറ്റും. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന് നമ്മുടെ അവസ്ഥകളെ മാറ്റാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു ഭാഗത്തെ കാണുവാൻ കഴിയും. സുപരിചിതമാണ്. 32-28. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു. നിന്റെ പേർ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. അവിടെ മനോഹരമായിരിക്കുന്നൊരു കാര്യമുണ്ട് കേട്ടോ. യാക്കോബ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹീൽ ഹോൾഡർ, കുതികാൽ പിടിക്കുന്നവൻ എന്നാണ്. അപ്പൊ യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കുതികാൽ പിടിക്കുന്നവൻ. അപ്പൊ യാക്കോബിന്റെ അടുക്കൽ ഒരുത്തം വന്നിട്ട് പോയാൽ എന്തോ സംഭവിക്കും? അവന്റെ കുതികാൽ പിടിച്ചോടിച്ചിട്ട് വിടും. യാക്കോബിന്റെ അടുക്കൽ വന്നിട്ട് ഉടക്കിയിട്ട് പോകുന്ന വഴി ഞൊണ്ടി പോകും. അപ്പൊ യാക്കോബിന്റെ ഏരിയയിൽ കൂടെ എങ്ങാണോ ആരെങ്കിലും ഞൊണ്ടി പോയാൽ അറിയാവുന്നവർ ചോദിക്കും, നീ യാക്കോബിന്റെ അടുക്കൽ പോയായിരുന്നു എന്ന് ചോദിക്കും. അപ്പൊ യാക്കോബിന്റെ അടുക്കൽ വന്നിട്ട് പോകുന്നവരെല്ലാം ഞൊണ്ടിയായിരുന്നു നടക്കുന്നത്. പക്ഷെ യബ്ബോക്കിന്റെ കടവിൽ വെച്ച് ദൈവത്തിന്റെ എൻകൗണ്ടർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദൂതനല്ല ഞൊണ്ടി നടന്നത്, യാക്കോബാ ഞൊണ്ടി നടന്നത്. ട്രാൻസ്ഫോംഡ്. അന്ന് വരെ യാക്കോബിന്റെ അടുക്കൽ ആരേലും വന്നാൽ അവൻ ഞൊണ്ടി തിരിച്ചു പോകും, കുതികാല് പിടിക്കും. പക്ഷെ ഇപ്പോ യാക്കോബ് സ്വന്തം തുടക്കി പിടിച്ച് നടക്കുക. പോയേ അയ്യോ പോയേ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അവിടെ ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. ഞാൻ പറയാം, തമ്പുരാൻ നമുക്ക് ചില പണി തരുമ്പോൾ, 2 കൊട്ട് തരുമ്പോൾ അതിനകത്ത് ഒരനുഗ്രഹവുമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരിടത്തും പറഞ്ഞ ഭാഗമാണ്. ധാന്യം മിദ്യാന്യരുടെ കയ്യിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഗിദെയോൻ അതിനെ മുന്തിരിച്ചക്കിന് അരികെ വെച്ച് മെതിക്കുകയായിരുന്നു. ഹി വാസ് ത്രഷിങ് ഇറ്റ്.
അപ്പം ഈ ധാന്യം മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കണമെങ്കിൽ ഇതിനെ എന്തോ ചെയ്യണം? ഇതിനെ മെതിച്ച് പൊടിക്കണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എന്നെയും നിങ്ങളെ ശത്രു കൊണ്ടുപോകാതിരിക്കേണ്ടതിന് കർത്താവ് നല്ല പരുവത്തിന് മെതിച്ച് പരുവാക്കി വെച്ചേക്കുക. ഇന്നലകളിൽ എൻ്റെ അപ്പൻ എന്നെ പല മെതിവണ്ടിക്ക് കീഴിലും കയറ്റി ഉരുട്ടിയെടുത്തത് ഞാൻ മിദ്യാന്റെ കയ്യിലാകപ്പെടാതിരുന്നത് കൊണ്ടാണ്. ഇന്നലകളിൽ അനുഭവിച്ച പലതും ഓർക്കുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, അതുകൊണ്ടാണ് ശത്രു കൊണ്ടുപോകാതിരുന്നത്. അതുകൊണ്ടാണ് ഇന്നും കൃപയിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും ഇത് കയ്യിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് നിൽക്കാൻ കഴിയുന്നത്. ഇന്നലകളിൽ ഒത്തിരി അനുഭവിച്ചു, എന്താന്ന് കർത്താവെന്ന് ഒത്തിരി ചോദ്യമുണ്ട്. പക്ഷെ ഒരു കാര്യം അറിയാം, ആ മെതിവണ്ടി മണ്ടേ കയറിയില്ലായിരുന്നെങ്കിൽ, ആ മെതിക്കളത്തിൽ ദൈവം എന്നെ കൊണ്ടിട്ടില്ലായിരുന്നെങ്കിൽ, ആ കൊയ്ത്തുകളത്തിൽ ഇങ്ങനെ ആടി നിന്നിരുന്നെങ്കിൽ മിദ്യാന്യൻ എന്നെ കൊണ്ടുപോയേനെ. മുന്തിരിച്ചക്കിനരികെ കൊണ്ടിട്ട് എന്നെ മെതിച്ചത് ഹോലി സ്പിരിറ്റ് ശത്രു എന്നെ കൊണ്ടുപോകാതിരിക്കേണ്ടതിനാ. എല്ലാ മുറിവുകൾക്കും നന്ദി, എല്ലാ മെതിവണ്ടികൾക്കും നന്ദി, എല്ലാ കഷ്ടതകൾക്കും നന്ദി, എല്ലാ നിന്ദകൾക്കും നന്ദി, എല്ലാ അപവാദങ്ങൾക്കും നന്ദി, എല്ലാ അപമാനങ്ങൾക്കും നന്ദി, എല്ലാ ഒറ്റപ്പെടുത്തലുകൾക്കും നന്ദി. ആ മെതിവണ്ടികൾക്ക് എല്ലാറ്റിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ഈ മെതിവണ്ടി എൻ്റെ മേൽ കയറിയത് കൊണ്ട്, ഈ ത്രഷിംഗ് ഫ്ലോറിൽ ഞാൻ കിടന്നത് കൊണ്ട്, ഈ പൊടി ഞാൻ പൊടിഞ്ഞത് കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്നും തിരുസന്നിധിയിൽ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ പറയുകയാണ്, നീ എന്നെ ബാലി, യജമാനനെ എന്നല്ല, സാറേ എന്നല്ല, നീ എന്നെ ഏട്ടാ ഭർത്താവേ എന്ന് വിളിക്കും. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് നമ്മളുമായിട്ടുള്ള ബന്ധത്തെ മാറ്റുകയാണ്. അതെങ്ങനെയാണ് കർത്താവ് നമ്മളുമായിട്ടുള്ള ബന്ധത്തെ മാറ്റുന്നതെന്നറിയാമോ? എബ്രായ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കുമെല്ലാം ഒരുവനല്ലോ പിതാവ്, അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. അപ്പൊ കർത്താവ് നമ്മളെ എന്താ വിളിക്കുന്നതെന്നറിയാമോ? കർത്താവ് നമ്മളെ വിളിക്കുന്നത് സഹോദര എന്നാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് പിള്ളേരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്, ലോകം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് ബ്രോ 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 എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യം ബ്രോ എന്ന് വിളിച്ചത് ആരാന്നറിയാം? യേശു നമ്മളെ സഹോദര എന്ന് വിളിച്ചു. എന്നിട്ട് അടുത്തത് പറയാം, സഹോദരന്മാരെന്ന്, നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കാൻ കർത്താവിനൊരു നാണംകേടും തോന്നിയില്ല എന്ന്. നമ്മളെ സഹോദര എന്ന് വിളിക്കാൻ കർത്താവിനൊരു നാണംകേടും തോന്നിയില്ല. സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. അതാണ് പറയുന്നത്, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കുമെല്ലാം ഒരുവനല്ലോ പിതാവ്, അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളുമെന്ന് പറയുന്നു. എന്നിട്ട് അടുത്ത ഭാഗത്ത് പറയുകയാണ്, മക്കളും ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടി എന്ന് പറഞ്ഞ് അതിൻ്റെ 17-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, അവൻ ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. ഞാൻ പറയാം, യേശു സഹോദര എന്ന് വിളിച്ചത് കർത്താവിൻ്റെ ഒരു ലിബറൽ മൈൻഡ് എന്ന് പറയാം. സഹോദര എന്ന് വിളിച്ചു. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഒരു നിയമം പറഞ്ഞു, നീ അവരെ സഹോദര എന്ന് വിളിച്ചെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. മൂത്ത ചേട്ടൻ ഇവിടെ സ്വർഗത്തിൽ വലിയ അവസ്ഥയിലിരിക്കുകയും ഇളയ പിള്ളേരെല്ലാം അവിടെ പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുകയും ചെയ്താൽ അതെങ്ങനെയാണ് സഹോദര്യ ബന്ധമാകുന്നേ? യേശു പറഞ്ഞു, ഞാനും അവരിൽ ഒരുത്തനെ പോലെയാകാം, എന്നിട്ട് അവരെ എല്ലാവരെയും എന്നെ പോലെയാക്കാം. അതാണ് ദൈവ പദ്ധതി. പിതാവിന്റെ മുമ്പാകെ ഒരു അപ്പന്റെ മക്കളാ, പക്ഷേ ഒരു മകൻ മാത്രം സ്വർഗത്തിലെ മഹത്വത്തിൽ നിൽക്കുകയാ. ബാക്കി എല്ലാവരും പിതൃത്വം നഷ്ടപ്പെട്ട് അപ്പനില്ലാത്ത മക്കളെ പോലെ ലോകത്തിൽ പാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുകയാ. പിതാവും പുത്രനോട് പറയുകയാണ്, നമ്മളെ ഇവിടെ ഹൈ ക്വാളിറ്റിയിൽ ഇരിക്കുന്നു, പിള്ളേരെല്ലാം ബാക്കി പിള്ളേരെല്ലാം ഇതായി കിടക്കുന്നു. ക്രിസ്തു പറഞ്ഞു, അവരെ എന്നെ പോലെ ഇവിടെ കൊണ്ടിരുത്താൻ ഞാൻ ഇറങ്ങിച്ചെല്ലാം, അവരിൽ ഒരുത്തനെ പോലെയായി ഞാൻ അവരെ ഇവിടേക്ക് കൊണ്ടുവരാം.
ഞാൻ ആ ഭാഗത്തിൽ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. അത് വിശദമായ ഒരു ഭാഗമാണ്. ക്രിസ്തു എന്ന സഹോദരൻ, ക്രിസ്തു എന്ന മൂത്ത സഹോദരൻ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ എൻ്റെ പിതാവേ എന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ വാസ്തവത്തിൽ യേശു പിതാവല്ല. യേശു നമ്മുടെ മൂത്ത സഹോദരനാണ്. പിതാവായിരിക്കുന്ന ദൈവം, സഹോദരനായിരിക്കുന്ന ക്രിസ്തു, കാര്യസ്ഥനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു മൂത്ത സഹോദരനാണ്. അവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ ആദ്യജാതനായിരിക്കുന്ന ക്രിസ്തു, കഷ്ടാനുഭവങ്ങളാൽ തികയുന്നവനായിരിക്കുന്ന ക്രിസ്തു, ഇപ്പോൾ സഹോദരനായിരിക്കുന്ന ക്രിസ്തു, അതൊരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്, ഞാൻ അതിലേക്ക് കയറുന്നില്ല. പക്ഷേ യേശു നമ്മളെ വിളിക്കുകയാണ്, സഹോദരാ എന്ന് വിളിക്കുകയാണ്, സഹോദര എന്ന് വിളിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, യൂദായ കർത്താവ് എന്താ വിളിച്ചത്? സഹോദര എന്നല്ല വിളിച്ചത്, സ്നേഹിത എന്നാ വിളിച്ചത്. യൂദാ ഇസ്കോരിയാത്താവ് 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന് സ്നേഹിതനായി. പക്ഷേ എന്നെയും നിങ്ങളെയും കർത്താവ് സ്നേഹിതനാക്കിയില്ല. എന്നെയും നിങ്ങളെയും കർത്താവ് സഹോദരനാക്കി. യൂദായെ സ്നേഹിത എന്ന് വിളിച്ചു, നമ്മളെയോ സഹോദര എന്നാ വിളിച്ചത്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. എഫെസ്യർ 2:19. അതുകൊണ്ട് ഇങ്ങനെയാ പറയുന്നത്, ആകയാൽ നിങ്ങൾ ഇനിയും അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. അവിടെ 2 റിലേഷനുകളാണ് മാറിയത്. ഒന്ന്, അവിടെ പറയുകയാണ് വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ. പൗരത്വം എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്? അതൊരു രാഷ്ട്രീയമായിട്ടുള്ള, അതൊരു രാജ്യവുമായി ബന്ധപ്പെട്ട വേർഡാണ്. അവൻ നിങ്ങളെ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാക്കി. അപ്പോൾ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യവുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തി. പൗരത്വത്തിൽ കൂടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? പ്രവേശനവും അവകാശവുമാണ് കിട്ടുന്നത്. ഒരു പൗരന് ഇന്ത്യ, ലോകത്തേത് നാട്ടിൽ പോയാലും ഒരു പൗരൻ ഇന്ത്യയിലേക്ക് വരാൻ എന്തോ ഉണ്ട്? അവകാശമുണ്ട്. അവൻ ഇവിടുത്തെ എല്ലാ നന്മകളുടെ മേലും ഇന്ത്യയുടെ എല്ലാറ്റിനകത്തും അവനൊരു പരമാധികാരമുണ്ട്. ആ അധികാരം, അപ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് ഒരു പ്രവേശനവും അതിന് ഒരു ആക്സസും ഒരു പൊസഷനും കിട്ടി. പക്ഷേ ഇന്ത്യയിലെ പൗരനാണെന്നും പറഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുമോ? ഇന്ത്യയിലെ പൗരനാണെന്ന് പറഞ്ഞ് ആമേൻ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ കയറി ചെല്ലാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പൊ പറയുക, ഞാൻ നിന്നെ വിശുദ്ധന്മാരുടെ സഹപൗരനാക്കിയിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, ദൈവത്തിന്റെ ഭവനക്കാരാക്കി തീർത്തു. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയട്ടെ, യു ആർ നോട്ട് ഓൺലി ദ സിറ്റിസൺ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ബട്ട് യു ആർ ദ മെമ്പർ ഓഫ് ദ ഫാമിലി, ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. ആമേൻ. നമുക്ക് ദൈവരാജ്യവുമായിട്ടൊരു പൗരത്വ ബന്ധത്തിനപ്പുറമായി ഒരു അപ്പന്റെ വീട്ടിലെ മകൾ എന്ന് പറയുന്ന ഒരു കുടുംബ ബന്ധത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോയി. സ്തോത്രം. നമ്മളെ ഒരു കുടുംബ ബന്ധത്തിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഇനിയും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഈ ബാലി ഈശി എന്ന് ആകും, അതാണ് നമ്മുടെ ചിന്താ വിഷയം. ബാലി യജമാനനെ എന്ന് വിളിക്കുന്നവൾ, ഉടയവനെ എന്ന് വിളിക്കുന്നവൾ ഇപ്പോൾ ഇതാ വിളിക്കുകയാണ് ഭർത്താവേ എന്ന് വിളിക്കുകയാണ്. ബൈബിളിൽ ഇത് വളരെ മനോഹരമായി വരച്ചിരിക്കുന്ന ഒരു ഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും. രൂത്തിന്റെ പുസ്തകമാണ്. ഞാനതിൽ 3-4 ഭാഗങ്ങളെ കാണിച്ചു വേഗത്തിൽ കൊണ്ടുവരാം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. എങ്ങനെയാണ് അവർ റിലേഷൻ വിത്ത് ഗോഡ് ട്രാൻസ്ഫോംസ് ഗ്രാജുവലി. ഭാഗമായിട്ട് നമ്മളുടെ ബന്ധം ദൈവവുമായിട്ട് എങ്ങനെയാ മാറുന്നതെന്ന് ശരവേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. രൂത്ത് 2:2 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, സ്തോത്രം, എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. ഇപ്പോൾ രൂത്ത് പറയുകയാണ്, ഞാൻ ഒരിടത്തേക്ക് പോവുകയാണ്, എന്നോട് ദയ കാണിക്കുന്ന ഒരുത്തനെ ആശ്രയിച്ചു. അപ്പോൾ അവിടെ നിന്ന് മടങ്ങി വരുന്ന രൂത്തിന്റെ അടുക്കൽ ചോദിക്കാം, രൂത്ത്, നീ ആരെ കണ്ടെത്തി? നീ ഇന്ന് ഏത് വയലിലാണ് പോയത്? രൂത്ത് പറയും, ദയയുള്ള ബോവസിനെ ഞാൻ കണ്ടെത്തി. The merciful God, the merciful man. ആമേൻ. ഇന്ന് രാത്രികാലം ഒരു മനുഷ്യൻ ദൈവത്തെ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ അവന്റെ മനസ്സിൽ ഉണ്ടാകുന്ന പിക്ചർ എന്താണെന്നറിയാമോ? ദയയുള്ള ദൈവം. ആമേൻ. ദയ കാണിക്കുന്നവനെ ആശ്രയിച്ചു. ഈ ദയ കാണിക്കുന്നവനെ ആശ്രയിച്ചാൽ എന്താണ് കിട്ടുന്നത്? ദൈവത്തിന്റെ ദയയെ കാണുന്ന ഒരു മനുഷ്യൻ എന്ത് കിട്ടും? കതിരുകളെ പെറുക്കുവാൻ കഴിയും. ഞാൻ പറയട്ടെ, കതിരുകളെ അറുക്കുവാൻ കഴിയത്തില്ല, കതിരുകളെ പെറുക്കുവാൻ കഴിയും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവസഭയ്ക്കകത്തും ദയ കാണിക്കുന്നവനെ ആശ്രയിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. ദൈവത്തിന്റെ ദയയിൽ മാത്രം
മാത്രം പ്രത്യാശ വെക്കുന്ന ഒരു സമൂഹമുണ്ട്. അവർ ദൈവത്തിന്റെ സഭയ്ക്കകത്ത് വന്ന് കതിര് പെറുക്കിക്കൊണ്ടു പോകുന്നവരാണ്. ഭൗമിക നന്മകൾ, ശാരീരിക വിടുതലുകൾ, സാമ്പത്തിക ഉയർച്ചകൾ കതിര് പെറുക്കുന്ന ഒത്തിരി പേർ ദയ കാണിക്കുന്നവരെ ആശ്രയിച്ചു വരുന്നുണ്ട്. ഞാനിതിന്റെ രണ്ട് ഭാഗങ്ങൾ പറയട്ടെ. അവരെ ആരെയും നമ്മൾ വിമർശിക്കേണ്ട. ദയയുള്ള യജമാനന്റെ തോട്ടത്തിൽ കതിര് പെറുക്കാൻ ഒത്തിരി പേര് വരും. അത് യജമാനന്റെ ദയയാണ്, അത് നമ്മളുമായിട്ടുള്ള കണക്ഷൻ അല്ല. യജമാനന്റെ ദയയിൽ ആശ്രയിച്ച് കതിർ പെറുക്കുന്നവർ അവർ അന്യരാണ്, പരദേശികളാണ്. അന്യർക്കും പരദേശികൾക്കും വഴിപോക്കനും അത് വെറുക്കുവാൻ കഴിയും. ദൈവരാജ്യത്തിൽ എന്നും അന്യനും പരദേശികളും വഴിപോക്കനും വരും. അവന് ദൈവരാജ്യവുമായി ഒരു ബന്ധവും കാണത്തില്ല. അവന് കർത്താവിന്റെ കഷ്ടതയിൽ പങ്ക് കാണത്തില്ല. അവന് കർത്താവിന്റെ വിശുദ്ധിയിൽ പങ്ക് കാണത്തില്ല. അവന് കർത്താവിന്റെ തേജസ്സിൽ പങ്ക് കാണത്തില്ല. അവന് ദൈവത്തിന്റെ ദയയിൽ നിന്ന് കതിരുകളെ കിട്ടും. സാമ്പത്തിക ഉയർച്ചകളും ഭൗമിക നന്മകളും കിട്ടും. അവര് കതിര് പെറുക്കി വീട്ടിൽ പോകുന്നവരാണ്. അവര് വീട്ടിൽ പോകുന്നവർ. ഇങ്ങനെ കതിര് പെറുക്കുവാൻ വേണ്ടി ദയ കാണിക്കുന്നവനെ ആശ്രയിച്ചു വരികയാണ്. ആ ദയ കാണിക്കുന്നവൻ ദയയെ ആശ്രയിച്ചു വന്നിരിക്കുന്ന അവളുടെ അടുക്കൽ ബോവസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ എൻ്റെ ബാല്യക്കാരോട് ചേർന്ന് കൊള്ളുക. അപ്പൊ ദൈവത്തിന്റെ ദയയെ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആരോട് ചേർന്ന് ജീവിക്കാൻ കഴിയും? യജമാനന്റെ ബാല്യക്കാരോട് ചേർന്ന് ജീവിക്കാൻ കഴിയും. യജമാനന്റെ ബാല്യക്കാരോട് ചേർന്ന് ജീവിക്കാൻ കഴിയും. ഇന്ന് രാത്രികാലം ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല, പ്രധാന ഭാഗം അപ്പുറത്ത് കിടക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാരംഭ പടി എന്ന് പറയുന്നത് ബാല്യക്കാരോട് ചേർന്ന് നിൽക്കുന്നതാണ്. ആമേൻ. ആമേൻ. ഒരു മനുഷ്യനെ ദൈവത്തോട് അടുപ്പിച്ച് ദൈവത്തിന്റെ വയലിനകത്ത് അവനൊരു ആക്സസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണെന്നറിയാമോ? ദൈവത്തിന്റെ വയലിനകത്ത് അവനൊരു ആക്സസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ദൈവത്തിന്റെ ബാല്യക്കാരാണ്, ദൈവത്തിന്റെ ദാസന്മാരാണ്. ആമേൻ. ഏതൊരു മനുഷ്യനും ക്രിസ്തീയതയിൽ വളർന്നു വരുവാൻ ഒരു ദൈവത്തിന്റെ ബാല്യക്കാരനുമായിട്ട് അവനൊരു ബന്ധം ഉണ്ടാകണം. അപ്പോൾ ദൈവം അവിടെ പറയുകയാണ്, നീ എൻ്റെ ബാല്യക്കാരോട് ചേർന്ന് കൊള്ളുക. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എല്ലാ കാലവും ബാല്യക്കാരോട് ചേർന്ന് ഒരു പൊത്തുവരുത്ത ജീവിതം നയിക്കുകയല്ല. ബാലി എന്ന് വിളിച്ച നീ ഈശി എന്ന് വിളിക്കത്തക്കവണ്ണം ദൈവത്തിങ്കലേക്ക് അടുത്തു വരണം. എല്ലാ കാലവും പ്രാർത്ഥനാ വിഷയങ്ങൾ പാസ്റ്റേഴ്സിന്റെ അടുക്കൽ പറഞ്ഞ് ജീവിക്കുകയല്ല. നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കപ്പുറം ദൈവവുമായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് റിലേഷനിലേക്ക് നീ കടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. പക്ഷെ തോട്ടത്തിലേക്ക് വന്ന ആദ്യത്തെ ദിവസം തന്നെ യജമാനന്റെ അടുക്കൽ കണക്ട് ആകാൻ കഴിയത്തില്ല. നിനക്കുള്ള ഒരു കണക്ഷൻ ബോൾ, നിനക്കുള്ള ഒരു കണക്ടറാണ് ദൈവത്തിന്റെ ദാസന്മാരെന്ന് തിരിച്ചറിയണം. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. ബാല്യക്കാരോട് ചേർന്ന് കൊള്ളുക. ബാല്യക്കാരോട് ചേർന്നാൽ നീ എന്ത് ചെയ്യണം? അടുത്തത് 9-ാം വാക്യത്തിൽ പറയുകയാണ്, അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. ഞാൻ വളരെ മനോഹരമായിട്ട് അതിനകത്തൊരു നിയമം പറയുന്നുണ്ട്. അവര് കൊയ്യുന്ന നിലത്തിന്മേൽ മാത്രം നീ നോക്കിയാൽ മതി. അവര് കൊയ്യാത്തടത്തോട്ടൊന്നും നീ എന്ത് ചെയ്യണ്ട, നോക്കണ്ട. അതിനുള്ള അവകാശം നിനക്കില്ല. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തെ യജമാനനെ എന്ന് വിളിച്ച് നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ കൊയ്തിട്ടതിൽ മാത്രമേ നിനക്ക് ദൃഷ്ടി വെക്കാൻ അവകാശമുള്ളൂ. എന്നിട്ട് പറയാ, നീ അതിന്മേൽ ദൃഷ്ടി വെച്ചാൽ മതി. എന്നിട്ട് നീ എന്ത് ചെയ്യണം? അവരുടെ പിന്നാലെ നടന്നുകൊള്ളണം. ബന്ധത്തിന്റെ ആരംഭ സ്റ്റേജാണ്. കൊയ്ത്ത് കഴിഞ്ഞ കളത്തിന്മേൽ, കറ്റ അറുത്ത കളത്തിന്മേൽ ദൃഷ്ടി വെച്ച് നീ അവരുടെ പിന്നാലെ നൽകുക. എന്നിട്ട് അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതൊരു വലിയ ദയയാണ്. അവള് മടങ്ങി വന്ന് അമ്മാവിയമ്മയുടെ അടുക്ക പറയുന്നുണ്ട്, ഭയങ്കര ദയയാ കിട്ടിയത്. ഇത് ദയയാണ്, ദയയുള്ള ദൈവം. എന്നാൽ അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന് അവൾ യജമാനനെ, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെ അല്ല എന്ന് വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ, അവിടെ ദാസിയെക്കാട്ടിലും താണെ ഒരു നിലയിലാണ് രൂത്ത് നിൽക്കുന്നത്. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രൂത്ത് ആരാണെന്നറിയാമോ? അവിടുത്തെ ദാസിമാരെക്കാട്ടിലും താണെ ഒരുത്തിയ. എന്നാൽ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദാസരെക്കാട്ടിലും താണെ അവളെ 14-ാം വാക്യത്തിൽ ഭക്ഷണ സമയത്ത് ബോവസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക, കഷണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ തിന്ന് തൃപ്തയായി
ശേഷിപ്പിക്കുകയും ചെയ്തു. ഇവിടെ രണ്ട് കാര്യത്തെ നമുക്ക് കാണാൻ കഴിയും. അവൾ വന്ന് കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു. പുറകിലിരുന്നവളെ ഇപ്പൊ എന്തോ ചെയ്തു? കൂടെ ഇരുത്തി. കൂടെ ഇരുത്തിയിട്ട് രണ്ട് കാര്യം ചെയ്തു. ഒന്ന്, ഇവന്റെ ചാറ്റിൽ മുക്കാൻ ഒരു അവസരം കൊടുത്തു. ഇവൾക്ക് മലരിനെ കൊടുത്തു. വാസ്തവം പറഞ്ഞാൽ ഇതിനെയൊക്കെ നമുക്ക് പെസഹയുമായിട്ടൊക്കെ ചേർത്ത് പഠിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. കർത്താവ് അവളുമായിട്ട്, യജമാനൻ രൂത്തുമായിട്ട് ഒരു ഫെലോഷിപ്പ് ആഗ്രഹിക്കുകയാണ്, ഒരു കൊടുക്കൽ തുടങ്ങുകയാണ്. നീ ചാറ്റിൽ മുക്കി എടുത്തോ. അവക്കൊരു കതിര് പെറുക്കാൻ വന്നവളെ ഇപ്പോ ചാറ്റുപാത്രത്തിലേക്ക്, ചാറുപാത്രത്തിലേക്ക് ഒരു ഹയർ ആക്സസ് കൊടുത്തു. അതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? അവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു. അവിടെ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. അതിന്റെ 21-ാം വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ ബാല്യക്കാർ കൊയ്ത്ത് എല്ലാം തീർക്കുവോളം അവരോട് ചേർന്നിരിക്ക എന്ന് അവനോട് പറഞ്ഞു എന്ന് മോവാബ്യ സ്ത്രീയായ രൂത്ത് പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, അവിടെ ഒരു കണ്ടീഷൻ കണ്ടോ? കൊയ്ത്ത് തീരുന്നിടം വരെ നീ ഇവിടെ നിന്നോ. കൊയ്ത്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല. ഇന്ന് രാത്രി ഞാൻ അതിനകത്തുനിന്ന് രണ്ട് കാര്യം പറയാം. കൊയ്ത്ത് തീരുന്നിടം വരെ മാത്രമേ സഭയ്ക്കകത്ത് ദൈവിക സംരക്ഷണമുള്ളൂ. കൊയ്ത്ത് തീർന്നാൽ, കളം കാലിയായാൽ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടി കടന്നു വന്ന് ധാന്യത്തെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ വയലിൽ നിൽക്കുന്നവരുമായിട്ട് യജമാനന് ഒരു കണ്ടീഷനുമില്ല. കൊയ്ത്ത് തീരുവോളം നീ ഇവിടെ എൻ്റെ ബാല്യക്കാരോട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, 22-ാം വാക്യത്തിൽ അവിടെ പറയുകയാണ്, വേറൊരു വയലിൽ വെച്ച് ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കുന്നതിന് നീ അവൻ്റെ ബാല്യക്കാരത്തികളോടുകൂടെ തന്നെ പോകുന്നത് നന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ യവക്കൊയ്ത്തും കോതമ്പ് കൊയ്ത്തും തീരുവോളം പെറുക്കുവാൻ ബോവസിന്റെ ബാല്യക്കാരത്തികളോട് ചേർന്നിരിക്കുകയും അമ്മാവിയമ്മയോട് കൂടെ പാർക്കുകയും ചെയ്തു. കൊയ്ത്തുകാലം കഴിയുന്നിടം വരെ അവൾ ദാസിമാരുടെ കൂടെയായിരുന്നു. കൊയ്ത്തുകാലം കഴിയുന്നിടം വരെ അവൾ ദാസിമാരുടെ കൂടെ. 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ അവൾ പെറുക്കി തിന്നു. 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ യജമാനൻ അവൾക്ക് കൊടുത്തു. ഒരു സീസൺ കഴിയുകയാണ്, സീസൺ ഓഫ് ഹാർവെസ്റ്റ്. അവൾക്ക് ഇനിയും ആ വയലിൽ പോയാൽ ഒന്നും കിട്ടത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, വയലിനെ ആശ്രയിച്ച് ജീവിക്കുന്നത് ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. അതിവേഗത്തിൽ കൊയ്ത്തുകാലം തീരും, വയല് കഴിയും. യവക്കൊയ്ത്തും കോതമ്പ് കൊയ്ത്തും. എന്താണ് യവക്കൊയ്ത്തും കോതമ്പ് കൊയ്ത്തും? യവക്കൊയ്ത്ത് കൊയ്ത്തിന്റെ ആരംഭത്തിലേതും കോതമ്പ് രണ്ടാമത്തേതുമാണ്. ഇത് സ്തോത്രം, മരിച്ചവരുടെ പുനരുദ്ധാനവും ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരവുമാണ്. യവക്കൊയ്ത്തും കോതമ്പ് കൊയ്ത്തും കഴിഞ്ഞു. ഇനിയും വയലിൽ എന്തേലും ഉണ്ടോ? ഇനിയും വയലിൽ ഒന്നുമില്ല. ഇവിടെയാണ് ബന്ധം അപ്ലിഫ്റ്റ് ചെയ്യപ്പെടേണ്ട, അപ്ഗ്രേഡ് ചെയ്യപ്പെടേണ്ട ആവശ്യം. കർത്താവിൻ്റെ മടങ്ങിവരവ് വരെ നമുക്ക് എല്ലാവർക്കും പ്രോസ്പെറിറ്റിയും ബ്ലെസ്സിങ്ങും അനുഗ്രഹവും ഉയർച്ചയും എല്ലാമായിട്ട് പോകാം. വിടുതലും അനുഗ്രഹവുമായിട്ടെല്ലാം പോകാം, അണ്ടിൽ ദ അഡ്വന്റ് ഓഫ് ക്രൈസ്റ്റ്. പക്ഷെ കർത്താവ് വന്നു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് ശേഷം പിന്നെ വയലിൽ ഒരു പരിപാടിയില്ല. അനന്തരം അവളുടെ അമ്മാവിയമ്മയായ നവോമി അവളുടെ അടുക്കൽ പറയുകയാണ്, മകളെ, കൊയ്ത്ത് കഴിഞ്ഞു, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഒരു വിശ്രാമ സ്ഥലം വേണ്ടായോ? എൻ്റെ സഹോദരങ്ങളെ, ഈ കൃപയുടെ കാലം അടയുമ്പോൾ, ഈ വാതിൽ അടയുമ്പോൾ നമുക്കൊരു വിശ്രാമ സ്ഥലം വേണം. ആ വിശ്രാമ സ്ഥലം വേണമെങ്കിൽ നമുക്ക് എന്തു ചെയ്യണമെന്നറിയാമോ? വിശ്രാമ സ്ഥലം വേണമെങ്കിൽ ബോവസുമായിട്ട് ഒരു യജമാനെന്നുള്ള ബന്ധം പോരാ. സ്തോത്രം. വിശ്രാമ സ്ഥലം വേണമെങ്കിൽ ബോവസുമായിട്ടൊരു വേറെ റിലേഷൻ വേണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നന്മയും അനുഗ്രഹവും വിടുതലും മേടിക്കുന്നവർക്ക് ആമേൻ ഇല്ലാത്ത ഒരു റിലേഷൻ, ദൈവവുമായിട്ടൊരു സ്പെഷ്യൽ റിലേഷൻ, അവനെ ഈശി എന്ന്, എൻ്റെ കാന്തനെ, എൻ്റെ മണവാളനെ എന്ന് വിളിക്കാനുള്ള ഒരു റിലേഷൻ നിനക്കുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് വിശ്രാമ സ്ഥലം ലഭിക്കുകയുള്ളൂ. ഇന്ന് രാത്രി കേവലം നന്മയ്ക്കും വിടുതലിനും വേണ്ടി അല്ല നാം ദൈവത്തെ അനുഗമിച്ചത്. നമുക്കൊരു വിശ്രാമ സ്ഥലത്തിന് വേണ്ടിയാണ് നാം ദൈവത്തെ അന്വേഷിച്ചത്.
നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മൂന്നാം അധ്യായം 4-ാം വാക്യം. അവിടെ ഞാൻ വേഗത്തിൽ പോകട്ടെ. അവിടെ പറയുകയാണ്, നീ ഉറങ്ങുവാൻ ഇന്ന് രാത്രി കളത്തിൽ യവം തൂറ്റുന്നു. ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. അയാൾ തിന്നുകുടിച്ച് കഴിയും വരെ നിന്നെ കാണരുത്. ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവന്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക. എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. റിലേഷൻ മാറണം. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. ഇന്ന് രാത്രി നീ അവന്റെ കാൽക്കൽ പോയി കിടക്ക്. ഇന്ന് രാത്രി നീ അവന്റെ കാൽക്കൽ പോയി കിടക്ക്. അവന്റെ പുതപ്പ് പൊക്കിയ കാൽക്കലേക്ക് കിടക്ക്. ഈ രാത്രി നീ അവന്റെ കാൽക്കൽ കിടക്കുമ്പോൾ അവൻ നിനക്ക് ചില ആലോചനകളെ കൈമാറും. അതാണ് ഹോശേയ പ്രവചനത്തിൽ പറഞ്ഞത്. മരുഭൂമിയിൽ കൊണ്ടുവച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും, അവിടെ വെച്ച് അവളുടെ റിലേഷൻ അപ്ഗ്രേഡ് ആകും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹോശേയ പ്രവചനത്തിൽ മരുഭൂമിയിലാണ് ദൈവത്തിന്റെ ആലോചന കൈമാറുന്നതെങ്കിൽ രൂത്തിന്റെ പുസ്തകത്തിൽ പറയുകയാണ്, രാത്രിയിൽ യവം തൂറ്റുന്ന കളത്തിൽ യജമാനന്റെ കാൽക്കൽ കിടക്കുന്നവർക്കാണ് ഹോലി സ്പിരിറ്റ് ദൈവത്തിന്റെ ആലോചന കൈമാറുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വയലിൽ കതർ പെറുക്കുന്നവർക്കല്ല ആലോചന ലഭിക്കുന്നത്, രാത്രിയിൽ കാൽക്കലിരിക്കുന്നവനാണ് ആലോചന ലഭിക്കുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ് അഗെയിൻ. കളത്തിൽ കതിർ പെറുക്കുന്നവനല്ല ആലോചന ലഭിക്കുന്നത്. വയലിൽ കതിർ പെറുക്കുന്നവനല്ല ആലോചന ലഭിക്കുന്നത്. കളത്തിൽ കാൽക്കൽ കിടക്കുന്നവൻ അത്ര ആലോചന ലഭിക്കുന്നത്. കേവലം സഭാരാധനകളിലെ ആരാധനയും ഉണർവുമായി നീ മുൻപോട്ട് പോയാൽ ദൈവാലോചനയ്ക്കകത്ത് നിനക്ക് കണക്ട് ആകാൻ കഴിയത്തില്ല. നിന്റെ ബന്ധം അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയത്തില്ല. കളത്തിൽ അവന്റെ കാൽക്കൽ പുതപ്പ് മാറ്റി കിടക്കുന്നുവെങ്കിൽ മാത്രമേ ആലോചന തരും. ഈ നവോമി പറഞ്ഞ എന്താണെന്നറിയാമോ? അവൻ നിനക്ക് ആലോചന തരുമെന്ന്. എന്നാൽ ആലോചനയ്ക്ക് പോയ രൂത്തിന് എന്താണ് ലഭിച്ചതെന്നറിയാമോ? ആലോചനയ്ക്ക് പോയ രൂത്തിന് ലഭിച്ചത് 3-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അമ്മാവിയമ്മയുടെ അടുക്കൽ വെറും കൈയായി പോകരുത് എന്ന് അവൻ എന്നോട് പറഞ്ഞ് ഈ 6 ഇടങ്ങഴി യവം എനിക്ക് തന്നു എന്ന് അവൾ പറഞ്ഞു. 6 ഇടങ്ങഴി യവം എനിക്ക് തന്നു എന്ന് പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഇതെന്താണ് ഈ 6 ഇടങ്ങഴി യവം? ഇവൾക്ക് നവോമിക്ക് കൊടുത്തു വിട്ടു. ഇത് രൂത്തിന് കൊടുത്തതല്ല, നവോമിക്ക് കൊടുത്തു വിട്ടു. എന്താണ് ഈ 6 ഇടങ്ങഴി യവത്തിന്റെ അർത്ഥം? എൻ്റെ സഹോദരങ്ങളെ, ഈ യവം എന്ന് പറയുന്നത് ആദ്യം കൊയ്യുന്ന സാധനമാണ്. കോതമ്പെന്ന് പറയുന്നത് പിന്നീട് കൊയ്യുന്ന ഇതാണ്. ആകയാൽ യവം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ 1-ാമത്തെ പ്രത്യക്ഷത മുഖാന്തരം നൽകപ്പെടുന്ന അനുഗ്രഹമാണ്. ഇനിയും 6 എന്ന് പറയുന്ന സംഖ്യ വാവ് എന്ന് ആണ് അവിടെ പറയുന്നത്. വാവ് എന്നാണ് പറയുന്നത്. ഈ വാവ് എന്ന വാക്കിന്റെ അർത്ഥം 6 എന്ന് പറയുന്ന സംഖ്യ വീണ്ടെടുപ്പിനെ കാണിക്കുകയാണ്. അപ്പോൾ ഈ രൂത്തിന്റെ പക്കൽ ബോവസ് 6 ഇടങ്ങഴി യവം കൊടുത്തു വിടുമ്പോൾ ബോവസ് നവോമിയുടെ അടുക്കൽ ഒരു മെസ്സേജ് കൈമാറുകയാണ്. ഞാൻ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണെന്ന് പറഞ്ഞല്ലേ ഇവളെ ഈ രാത്രി പറഞ്ഞു വിട്ടത്. 6 ഇടങ്ങഴി യവം അളക്കുമ്പോൾ നവോമിക്ക് ഒരു ആൻസർ കിട്ടി. അവനൊരു ഉറപ്പ് പറഞ്ഞു, ഞാൻ നിന്നെ വീണ്ടെടുത്തുകൊള്ളാം. ഇന്ന് രാത്രി പറയട്ടെ, ആലോചന മേടിക്കാൻ പോയ രൂത്തിന് സ്തോത്ര യജമാനൻ എന്താണ് കൊടുത്തുവിട്ടതെന്നറിയാമോ? ഒരു വീണ്ടെടുപ്പിന്റെ ഉറപ്പാണ് കൊടുത്തുവിട്ടത്. സ്തോത്രം. 6 ഇടങ്ങഴി യവമെന്ന് കേട്ടപ്പോഴേ നവോമിക്ക് കാര്യം മനസ്സിലായി, വീണ്ടെടുക്കുമെന്ന്. അപ്പോഴവള് മറുപടി പറഞ്ഞത്, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കത്തില്ല. വീണ്ടെടുപ്പിന്റെ യവം ലഭിച്ച നവോമിക്ക് ഒരു ഉറപ്പ് വന്നോ, എൻ്റെ കാര്യം ഇന്ന് തീരും. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, വീണ്ടെടുപ്പ് ലഭിച്ച ദൈവ പൈതലിന് ഒരു ഉറപ്പ് വേണം. ബോവസ് 6 ഇടങ്ങഴി യവം രൂത്തിന്റെ കയ്യിൽ നവോമിക്ക് കൊടുത്തു വിട്ടോ. നവോമി 6 ഇടങ്ങഴി യവം മേടിച്ചു വെച്ചിട്ട് പറഞ്ഞു, എന്റെ കാര്യം തീർക്കാതെ ഇന്ന് അവൻ സ്വസ്ഥമായിരിക്കത്തില്ല. ഇന്ന് രാത്രി കാൽവറിയുടെ തങ്കനിണത്തിൽ വീണ്ടെടുക്കപ്പെട്ട, കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട, വിശ്വാസത്താൽ വീണ്ടെടുക്കപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുക്കപ്പെട്ട, അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലെ, നവോമിക്ക് 6 ഇടങ്ങഴി യവത്തിനകത്തൊരു ഉറപ്പ് കിട്ടിയെങ്കിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും എന്തൊരു ഭയങ്കര ഉറപ്പായിരിക്കണം ഉണ്ടാകേണ്ടത്.
ആറിടം കഴി യവൻ കിട്ടിയപ്പോ നവോമി പറഞ്ഞു നമ്മുടെ കാര്യം സക്സസ്സാ. അങ്ങനെയെങ്കിൽ രക്തത്തിന്റെ വീണ്ടെടുപ്പ് ലഭിച്ച ദൈവമക്കൾ പറയാം, ആമേൻ, കാര്യം സക്സസ് അല്ലേ, കാര്യം സക്സസ് അല്ലേ. ഇന്ന് രാത്രി വീണ്ടെടുപ്പിന്റെ ഉറപ്പ് ലഭിച്ച ദൈവ പൈതലെ, നിന്റെ വിഷയം ദൈവത്തിന്റെ സന്നിധിയിൽ സക്സസ്സാ. അത് തീർക്കാതെ ദൈവം അടങ്ങത്തില്ലെന്ന് ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, 2-ാം അധ്യായത്തിൽ ദാസിയ, 1-ാം അധ്യായത്തിൽ പരദേശിയ, 2-ാം അധ്യായത്തിൽ ദാസിയുടെ അളവ് വരെ എത്തി. 3-ാം അധ്യായത്തിൽ ഒരു വീണ്ടെടുപ്പിന്റെ ഉറപ്പ് ലഭിച്ചു. 4-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അത്രയുമല്ല, മരിച്ചവന്റെ പേർ അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് അവന്റെ പട്ടണവാതിൽക്കൽ നിന്നും മാഞ്ഞു പോകാതെ വണ്ണം മരിച്ചവന്റെ പേർ അവന്റെ അവകാശത്തിന്മേൽ നിലനിർത്തേണ്ടതിന് മഹ്ലോന്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികൾ. ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് വന്നവൾ, കതിര് പെറുക്കിയവൾ, ഇപ്പോൾ ആരായി തീർന്നെന്നറിയാമോ? ഇപ്പോൾ ദാസിമാരുടെ ബാല്യക്കാരത്തിയുടെ പുറകിൽ നിന്നവൾ, ബാല്യക്കാരത്തിയുടെ അരികത്ത് നിന്നവൾ ഇപ്പോൾ എവിടെയാ നിൽക്കുന്നതെന്നറിയാമോ? ബാല്യക്കാരത്തികൾക്ക് ഭക്ഷണം കൊടുപ്പാൻ തക്കവണ്ണം അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് അമേൻ, റിലേഷൻ അപ്ഗ്രേഡായി. യജമാനനെ എന്ന് വിളിച്ചവൾ ഇപ്പോൾ ബോവസിനെ എന്താ വിളിക്കുന്നത്? ഈശി എന്ന് വിളിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, കതിര് പെറുക്കി ജീവിച്ചാൽ മതിയോ? ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് നടന്നാൽ മതിയോ? വീണ്ടെടുപ്പ് കിട്ടിയെന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? പോരാ, എനിക്ക് അവനെ ഈശി എന്ന് വിളിക്കണം. 1-ാം അധ്യായത്തിൽ പരദേശിയ മോവാബ്യ സ്ത്രീയായ രൂത്ത്. 1-ാം അധ്യായം എന്താ പറയുന്നതെന്നറിയോ? മോവാബ്യ സ്ത്രീയായ രൂത്ത്. 4-ാം അധ്യായം എന്താ പറയുന്നതെന്നറിയോ? ബോവസിന്റെ ഭാര്യയായ രൂത്ത്. റിലേഷൻ അപ്ഗ്രേഡഡ്. അന്നാളിൽ നീ എന്നെ ബാലി എന്നല്ല ഈശി എന്ന് വിളിക്കും. അവിടെ കൊണ്ടും തീർന്നില്ല കേട്ടോ. അതിന്റെ 11-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: അതിന് പട്ടണവാതിൽക്കൽ ഇരിക്കുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. ഇവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. എഫ്രാത്തയിൽ നീ പ്രബലനും ബേത്ലഹേമിൽ വിസ്തൃതനുമായിരിക്കാം. ഈ യുവതിയിൽ നിന്ന് യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗ്രഹം താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച ഫേരസിന്റെ ഗ്രഹം പോലെ ആയിത്തീരട്ടെ. എൻ്റെ സഹോദരങ്ങളെ, രൂത്ത് ബോവസിന്റെ വീട്ടിൽ കയറി വന്നു. ഇത്രയും നേരം ബോവസിനെ കൊണ്ട് രൂത്തിനായിരുന്നു പ്രയോജനം. പക്ഷെ 11-ാം വാക്യം തുടങ്ങി രൂത്തിനെ കൊണ്ട് ബോവസിനാ പ്രയോജനം. ഇവള് ബോവസിന്റെ ഗ്രഹം പണിയട്ടെ. എന്നിട്ട് 11-ാം വാക്യത്തിൽ പറയാ, രൂത്ത് നിന്റെ വീട്ടിൽ കയറി വന്നില്ലേ, നീ എഫ്രാത്തയിൽ പ്രബലനും ബേത്ലഹേമിൽ വിസ്തൃതനുമായിരിക്കുക. ഞാൻ എൻ്റെ ദൈവവുമായിട്ട് കണക്റ്റ് ആയത് എനിക്കൊരു അനുഗ്രഹമാണ്. പക്ഷെ ഒരു കാര്യവും കൂടെ ഞാൻ പറയാം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ കൂടിയത് ദൈവരാജ്യത്തിനൊരു അസറ്റാ. ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിനൊരു മുതലാ. എൻ്റെ ആയുസ് കൊണ്ട് ദൈവം കുറെ കാര്യങ്ങൾ നടത്തിയെന്നേ. ഞാൻ ദൈവരാജ്യത്തിനൊരു അസറ്റാ. ലാർബഹസ്യ പ്രവാർധാനിയ. എന്നിട്ട് പറയുക, നീ യഹൂദയിൽ പ്രബലനും ബേത്ലഹേമിൽ വിസ്തൃതനുമായിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ആമേൻ, യഹൂദയിൽ നീ പ്രബലനാകും. രൂത്ത് ബോവസുമായിട്ട് കണക്റ്റ് ആയപ്പോഴത്തേക്ക് ബോവസ് എന്തായി തീർന്നെന്നറിയാമോ? പ്രബലനായി തീർന്നു. ഞാൻ ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ പൈശാചിക മണ്ഡലങ്ങളല്ല, ദൈവം ദേശത്ത് പ്രബലപ്പെടും. ഞാൻ ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ബേത്ലഹേമിൽ ബോവസ് വിസ്തൃതനായിരിക്കും. ഞാൻ മുഖാന്തരം 10 പേരധികം ദൈവത്തെ അറിയും. ഞാൻ മുഖാന്തരം ദേശത്തിൽ ദൈവപ്രവൃത്തികൾ പ്രബലമായി നടക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമുക്ക് ലോകത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം യേശുവാണ്, ദൈവരാജ്യമാണ്, ദൈവത്തെ കണ്ടുമുട്ടിയതാണ്. പക്ഷെ ഇത് നമുക്ക് പറയാനുള്ള ഒരു സാക്ഷ്യം. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പം കർത്താവ് നമ്മുടെ അടുക്ക പറയണം, മോനെ, നീ എൻ്റെ കൂടെ കൂടിയത് എനിക്ക് ഭയങ്കര നന്മയായിരുന്നു കേട്ടോ, നീ എനിക്കൊരു അസറ്റായിരുന്നു കേട്ടോ, നീ എനിക്ക് പ്രയോജനമായിരുന്നു കേട്ടോ, നീ എനിക്ക് ഒത്തിരി ഗുണമായിരുന്നു കേട്ടോ. എൻ്റെ സഹോദരങ്ങളെ, ഒരു വാക്ക് ദൈവത്തിൽ നിന്നൊന്ന് ലഭിക്കണം. രൂത്ത് വന്നത് രൂത്തിനൊരു അനുഗ്രഹമായി.
പക്ഷെ അതിനെക്കാട്ടിലുപരി ബോവസിന് ഒരു മാന്യതയായി. ഇന്ന് രാത്രി പറയട്ടെ, നമ്മുടെ റിലേഷൻ അപ്ഗ്രേഡ് ചെയ്യപ്പെടട്ടെ, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം അടുക്കട്ടെ. അതിനെക്കാട്ടിൽ ഉപരിയായി ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവം നമുക്കൊരു അനുഗ്രഹം, ദൈവം നമുക്കൊരു വിടുതല, ദൈവം നമുക്കൊരു വീണ്ടെടുപ്പ, എല്ലാം സത്യം. പക്ഷേ ഞാൻ ദൈവത്തിന് എന്തുവാ? ഞാൻ ദൈവരാജ്യത്തിന് എന്തുവാ? ഞാൻ ദൈവപ്രവർത്തിക്ക് എന്തുവാ? എന്നെ കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനമുണ്ടായി? എൻ്റെ സഹോദരങ്ങളെ, കോടി 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 നന്മകൾ ദൈവം നമ്മുടെ മേൽ ഇൻവെസ്റ്റ് ചെയ്തു. എന്തുമാത്രം ദൈവം നമ്മളെ ടേക്ക് കെയർ ചെയ്തു, എന്തുമാത്രം ദൈവം നമ്മൾക്ക് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്തു. എവിടെയെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന് സംസാരിച്ചു, എവിടെയെല്ലാം ദൈവം കയറി ഇടപെട്ടു, എവിടെയെല്ലാം തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. ഇതെല്ലാം തമ്പുരാൻ ചെയ്തു. ഇന്നുള്ളതുപോലെ നിനക്ക് മഹത്വമുള്ള ഒരു നാമം സമ്പാദിക്കേണ്ടതിന് നീ നിന്റെ കയ്യാൽ ഈ ജനത്തെ വീണ്ടെടുത്തു. ഞാൻ മുഖാന്തരം ദൈവത്തിന് ചില നന്മകൾ ഉണ്ടാകണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ അകത്തൊരു ഭ്രാന്ത് ജനിക്കട്ടെ. ഞാൻ എൻ്റെ ദൈവരാജ്യത്തിന് ഒരു അസറ്റായിരിക്കണം, എൻ്റെ അപ്പനൊരു പ്രയോജനമായിരിക്കണം. നമ്മളൊക്കെ പറയും, ഈ ചെറുക്കന് ഞാൻ എന്തുമാത്രം ബൂസ്റ്റ് കലക്കി കൊടുത്ത, ഈ ചെറുക്കനെ ഞാൻ എന്തുമാത്രം പഠിപ്പിച്ചതാ, എന്നിട്ട് എനിക്ക് ഒരു ഗുണവും ഉണ്ടായില്ല. നോ 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 നോ, അങ്ങനെയല്ല. തമ്പുരാൻ പറയണം, ഞാൻ അവന് മറ്റെല്ലാ മക്കളെക്കാട്ടിലും അവൻ എനിക്ക് പ്രയോജനം, അവൻ എനിക്ക് അനുഗ്രഹം. ഇന്ന് രാത്രി അപ്പായെ, ഞങ്ങൾ അങ്ങയുടെ പാദം എടുത്തു വരുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ 100 പോലും ഞങ്ങൾക്ക് അങ്ങേക്ക് വേണ്ടി തരാനില്ല. ഞങ്ങൾക്ക് അങ്ങേക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ കെഞ്ചി പ്രാർത്ഥിക്കുക, ഞങ്ങളെ അങ്ങേക്ക് പ്രയോജനമുള്ളവരാക്കണേ, ഞങ്ങളെ അങ്ങയുടെ ഗ്ലോറി ഹോൾഡേഴ്സ് ആക്കണമേ, അങ്ങയുടെ സ്പിരിറ്റ് കാരിയേഴ്സ് ആക്കണേ, ഞങ്ങളെ ദൈവരാജ്യത്തിന് ഒരു അസറ്റ് ആക്കണേ, ഞങ്ങളെ ദേശത്തിൽ ദൈവപ്രവർത്തിക്ക് ഒരു കാരണമാക്കണേ. കതിര് പെറുക്കി പോയാൽ പോരാ, ചാറ്റിൽ മുക്കി മലരും വാങ്ങി പോയാൽ പോരാ. ഞങ്ങൾക്ക് നിനക്ക് വേണ്ടി ചിലത് ചെയ്യണം, നിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾക്ക് നിൽക്കണം. ദൈവരാജ്യത്തിന് ഞങ്ങളെ ഒരു അസറ്റ് ആക്കണം, ദൈവപ്രവർത്തിക്ക് ഞങ്ങളെ ഒരു മുതലാക്കണം. ഞങ്ങൾ തേഞ്ഞ് 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 തീരട്ടെ. ഞങ്ങളുടെ ഉടലും ശ്വാസവും ഞങ്ങൾക്കുള്ളത് മുഴുവനും അങ്ങയുടെ നാമം മഹത്വത്തിനായി ആവോളം ഉപയോഗിക്കപ്പെടട്ടെ. ഞങ്ങളെന്നല്ല, ഞങ്ങളുടെ തലമുറ തലമുറ തലമുറയായി കൊയ്ത്ത് കഴിയുവോളം അങ്ങയുടെ പ്രത്യക്ഷത വരെ ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി ആവോളം പ്രയോജനപ്പെടട്ടെ, ആവോളം പ്രയോജനപ്പെടട്ടെ. അതിനായി ഞങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ തരുന്നു. ഞങ്ങൾ അങ്ങേക്ക് അടിമകളെന്ന് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. അഭിഷേകത്തിനോടുകൂടെ പിന്നെയും ഒരു ശുശ്രൂഷ ലഭിച്ചത് ഒത്തിരി സന്തോഷമാണ്, നന്ദിയാണ്, പ്രിവിലേജാണ്. എല്ലാ അഭിഷേകന്മാർക്കും ദൈവജനത്തിന് നന്ദി. പ്രത്യേകിച്ച് ജോൺസൺ പാസ്റ്ററുള്ള നന്ദി, സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. സ്തോത്രം. ഈ രാത്രിയിൽ വിശേഷമായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വിലപ്പെട്ട സമയം ഞങ്ങൾക്കായി മാറ്റിവെച്ച് ദൈവത്തിന്റെ വചനത്തിന് നല്ല സാക്ഷിയായി പരിശുദ്ധാത്മാവിന്റെ നല്ല നിശ്ചയങ്ങളോടെ ആ വചനം കൈമാറും ചെയ്തതിനായി ഞങ്ങൾ ദൈവസഭയുടെ പേരിൽ നന്ദി പറയുന്നു. ദൈവദാസ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വാസ്തവത്തിൽ ഞങ്ങൾ തൃപ്തരായില്ല. സ്തോത്രം. അത്ര ആഴമേറിയ, ഹല്ലേലൂയ, ആഴമേറിയ ദൈവിക ചിന്തകൾ ഇന്ന് രാത്രി പരിശുദ്ധ തന്നല്ലോ. ഹല്ലേലൂയ. വാസ്തവത്തിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. കഴിഞ്ഞ രാത്രിയിൽ കേട്ട വചനം ഇതായിരുന്നു. ഹല്ലേലൂയ. ശിശു എന്ന അവസ്ഥയിൽ നിന്ന് പുരുഷൻ എന്ന അവസ്ഥയിലേക്ക് മാറണമെന്ന് കൊരിന്ത്യർ ലേഖനത്തിന്റെ വാക്ക് എടുത്തു പറഞ്ഞു. അല്ല, ഇന്ന് രാത്രിയിൽ ആ വാക്ക് കേട്ടിക്കുക. ഹല്ലേലൂയ. അത് ഈശോ ലേബലുകളെ മാറ്റി. ഹല്ലേലൂയ. അത് സ്തോത്രം. ഭർത്താവ് എന്ന, യജമാനൻ എന്ന വലിയ ബന്ധത്തിലേക്ക് അടുത്തു വരണമെന്ന് പരിശുദ്ധ സംസാരം ഇവിടെ തുറന്നല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമക്കളെ, എല്ലാ കണ്ണും അടയ്ക്കുക. ഈ രാത്രിയിൽ നാം കേവലം ഒരു വചനം കേട്ടു. ഹല്ലേലൂയ. അത് നല്ല ഒരു മാർക്ക് ഇട്ട് പോകുന്നതിനപ്പുറമായി ഹല്ലേലൂയ എത്രത്തോളം എനിക്ക് വളരാൻ കഴിയുന്നുണ്ട്, ദൈവകൃപയിൽ എത്രത്തോളം ഉയരാൻ കഴിയുന്നുണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയുന്നുണ്ട്, വലിയ ഒരു ഹല്ലേലൂയ അതേ സ്തോത്രം ഒരു സമർപ്പണ ചിന്ത ഇട്ട് വേണം ഈ രാത്രി നമുക്ക് ഇരിക്കുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. നാം അപ്രയോജന ദാസന് എന്നല്ല വിളിക്കപ്പെടേണ്ടത്. നീ എനിക്ക് പ്രയോജനമുള്ള ദാസൻ, നീ എനിക്ക് പ്രയോജനമുള്ള ദാസി എന്ന് വിളിക്കത്തക്കവണ്ണം ഹല്ലേലൂയ അതേ സ്തോത്രം നമുക്ക് നിൽക്കാം. ഹല്ലേലൂയ. കേവലം ഏതെങ്കിലും ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി, ഏതെങ്കിലും ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, ഏതെങ്കിലും കാര്യസാധനം മാത്രം പിൻപെടുന്നവരല്ല.
അതിനപ്പുറമായി ഹല്ലേലൂയ എന്റെ കർത്താവും ഞാനുമായി ഒരാഴത്തിൽ ബന്ധം. ഹല്ലേലൂയ. അതേ സ്തോത്രം. എനിക്ക് ഹല്ലേലൂയ അതെ എന്നെ വിളിക്കുന്ന, ഞാൻ വിളിക്കുന്ന ഹല്ലേലൂയ ആ ബന്ധത്തിൽ നിൽക്കുവാൻ എനിക്കിടയാകണം. സ്തോത്രം. അതാ എന്റെ ഉത്തരവാദിത്തം. ഹല്ലേലൂയ. ഒരു നാളിൽ ഹല്ലേലൂയ നമ്മെ വിളിക്കുന്ന ദിവസത്തിൽ ഹല്ലേലൂയ അതെ കടന്നു പോകുവാൻ ഒരു പിടി ഹല്ലേലൂയ ആത്മാക്കളുമായി നമ്മളെ ഏൽപ്പിച്ച, നമ്മളെ കൊണ്ട് അഭിമാനിക്കുന്ന ഹല്ലേലൂയ വിസ്മൃതി വരുത്തുന്ന ഒരു അലിവിലേക്ക് വരുവാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ കണ്ണുകടയ്ക്കായി ഈ രാത്രികാലം കേൾക്കപ്പെടുവാൻ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പ്രാർത്ഥനയോട് രാത്രി പിരിഞ്ഞു പോകാം. ഹല്ലേലൂയ. കൃതാസനത്തോളം നമ്മുടെ മധ്യേ ദൈവം ഹല്ലേലൂയ നിർത്തിയല്ലോ. ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ നമ്മളോട് സംസാരിപ്പ ദൈവം ഉപയോഗിച്ചല്ലോ. ഹല്ലേലൂയ. അതേ കേട്ട വചനങ്ങൾ കേട്ട ദൈവജനത്തിന് ഒരിക്കലും ഹല്ലേലൂയ അതേ പിരിയാത്ത ആ ബന്ധത്തിൽ നിൽക്കുവാൻ ആയിരമായി ഹല്ലേലൂയ ഇത് ഫലം കാണിക്കുന്ന അനുഭവമായി തീരുവാൻ ഇടയാകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാറിലേക്ക് ഏൽപ്പിക്കാം. നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദാസപ്രിയ MJ ബ്രൈറ്റ് ദയവായി ശബ്ദമുയർത്തി ഹല്ലേലൂയ ഈ രാത്രിയിൽ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നമുക്ക് കടന്നു പോകാം. MJ ബ്രൈറ്റ്. Praise the Lord. Hallelujah, 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 hallelujah. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസത്തിന്റെ സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം രാത്രികാലം ദൈവാത്മ ഞങ്ങളോട് ഇടപെട്ട കൃപയ്ക്കായി സ്തുതിക്കുന്നു. രാത്രികാലം ദൈവവചനം ഘോഷിപ്പാൻ ദൈവദാസനെ കർത്താവേ കരങ്ങളെടുത്ത് ഉപയോഗിച്ചുവല്ലോ. കൃപയ്ക്കും വിശ്വസ്തതയ്ക്കുമായി സ്തോത്രം. മറഞ്ഞു കിടന്നതായ മർമ്മങ്ങൾ കർത്താവെ വ്യക്തമായി മനസ്സിലാക്കി തരുവാൻ, അവസ്ഥകൾക്ക് വ്യത്യാസം നൽകി തരുവാൻ ഹല്ലേലൂയ ഒരു ദാസൻ എന്ന നിലയിലായിരിക്കുവാൻ അല്ല. ഹല്ലേലൂയ. ആമേൻ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. യജമാനന്റെ കൂടെ ഉള്ളതായ ഒരു വ്യക്തിയായിട്ടല്ല കർത്താവേ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഈശി എന്ന നിലയിൽ കർത്താവേ അല്ലെ ഭർത്താവേ എന്ന് വിളിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ആമേൻ വിളിക്കപ്പെടുവാൻ ഹല്ലേലൂയ യോഗ്യരാക്കി തീർത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആത്മീയമായ ജീവിതത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും കർത്താവ് നിങ്ങളോട് കൂടെ ഇരുന്ന് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. യവത്തിൻ്റെതായ കൊയ്ത്ത് കഴിയും. ആമേൻ ഗോതമ്പിൻ്റെതായ കൊയ്ത്ത് കഴിയും. ഹല്ലേലൂയ. സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും കർത്താവേ. അപ്പോൾ കർത്താവിനോടുകൂടെ നിത്യത്തിലേക്ക് എന്നേക്കുമായിരിക്കുവാൻ തക്കവണ്ണം വലിയ പ്രത്യാശ നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന മാറ്റമില്ലാത്ത കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. രാത്രി കാലം കേൾപ്പിക്കപ്പെട്ടതായ വചനത്തിനുപാഠങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപയുടെ മേൽ പിന്നെയും പകരണമേ കർത്താവേ. കഴിഞ്ഞ 4 ദിവസങ്ങൾ കർത്താവേ വിവിധ സമയങ്ങളായി കടന്നു വചനം സംസാരിച്ച ദാസന്മാരെ നീ അനുഗ്രഹിച്ചുവല്ലോ. കൃപയ്ക്കായി സ്തോത്രം. പിന്നെയും കർത്താവേ ഉള്ളതായ ദിവസങ്ങൾ നാളെ മറ്റന്നാളും കർത്താവേ ഞായറാഴ്ച നടക്കുന്നതായ മീറ്റ് യോഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. സഭയായിട്ട് കർത്താവേ ഹല്ലേലൂയ കർമ്മേൽ അസംബ്ലി ഗാഡി ചർച്ച് പൂനെയിലുള്ളതായ സഭയെ കർത്താവെ അനുഗ്രഹിക്കുമാറാകണമേ. ശുശ്രൂഷകനെ കുടുംബമായി സമർപ്പിക്കുന്ന വിശ്വാസിലെ പേരുവാരായിട്ട് ഏൽപ്പിക്കുകയാണ്. അലിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഓൺലൈൻ മുഖേന ഈ മീറ്റിംഗിൽ പങ്കെടുത്തതായ ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ നൽകി തന്ന നല്ല കൊയർ ടീമിനായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് രാത്രി കാലം ധാരാളമായിട്ട് അനുഗ്രഹിച്ച് ഏറിയ അനുഗ്രഹത്തോടാണ് നിങ്ങൾ പറഞ്ഞയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമുഖത്ത് നോക്കുന്ന ഏറിയ പ്രത്യാശയോടെ കർത്താവിന്റെ വരവിന് നോക്കി പാർത്തായിരിക്കാൻ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുമാറാകണമേ. ഏറിയ പ്രത്യാശ ഉള്ളവരായി ഉത്തരവാദിത്തോടെ ദൈവനാമ മഹത്വത്തിനായി സ്വർഗരാജ്യത്തിന് ഒരു അസറ്റായി തീരുവാൻ ഓരോരുത്തരെയും കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നൽകുന്ന എല്ലാവിധമായ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി സ്തുതിക്കുന്നു. സ്തോത്രം. താഴ്ത്തുന്ന കൃപ പകരണം. പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സകല മാനവും മഹത്വം അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് ആ ജീവൻ നൽകി തന്ന നസ്രായനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് രക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും കാവലും നാം ഓരോരുത്തരോടും ഓർത്ത് പറയാൻ സകല വിഷയങ്ങളോടും ഭൂമിയുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നും നേക്കും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. രാത്രി കാലം കർത്താവ് യേശു ക്രിസ്തു മുഖേന നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേൻ. കർത്താവ് യേശുവേ വേഗം വേഗം വരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ജോയിൻ ചെയ്ത എല്ലാവരുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ രാവിലെ 5 മണി മുതൽ ഹല്ലേലൂയ മോർണിംഗ് പ്രെയർ ഉണ്ട്, ഏർലി മോർണിംഗ് പ്രെയർ ഉണ്ട്. 11 o'clock മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കും. സ്തോത്ര ഈവനിങ്ങിൽ നമുക്ക് 8:15 പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കും. ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും മീറ്റിംഗിൽ ജോയിൻ ചെയ്യണം. ഇതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം അനുവദിച്ച നാളെ പാസ്റ്റർ ബിനോയ് കൊല്ലം നമ്മോടൊപ്പം ജോയിൻ ചെയ്യും. സ്തോത്ര ദൈവദാസ ശുശ്രൂഷ എല്ലാവർക്കും അനുഗ്രഹമായി തിരുവാതക്കണം. നിങ്ങൾ എല്ലാവരും ദയവായി പ്രാർത്ഥിക്കണം. സ്നേഹിതരെയും പ്രിയപ്പെട്ടവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യണം ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അന്യോന്യം പരസ്പരം പ്രാർത്ഥന ഓർക്കാം. ഈ ബലത്തോടെ പോക എന്ന് പ്രതയാത്മാവിനാൽ നമ്മുടെ ഭവനായിരിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഷ്ടം.